സഭാരാധനയ്ക്ക് അടിയാനിവിടെ കൂടുവാൻ തക്കണം കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഇത്രയും പേർക്ക് ഇന്ന് ഇവിടെ കൂടി വരുവാൻ കർത്താവ് സഹായിച്ച ആ കൃപകൾ ഓർത്ത് ഞാൻ ദൈവത്തിന് അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അത് ദൈവത്തിന് സ്തോത്രം. വന്നിരിക്കുന്ന സകല പേർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ആരാധന നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി സന്തോഷത്തോടെ പ്രത്യാശയോടെ ഒരുക്കത്തോടെ കടന്നു പോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് അപേക്ഷിക്കുകയാണ് ചെയ്യുന്ന. ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് ദൈവത്തിന് സ്തോത്രം. ഞാൻ ചില കാര്യങ്ങൾ ഇവിടെ പറയുവാനായിട്ടാണ് എനിക്കിന്ന്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ പറയാമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. എങ്കിലും ചില കാര്യങ്ങൾ മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സാലേപുരി സഭയിൽ ഞാൻ ഇവിടെ ഒരു വിശ്വാസിയായിരിക്കാൻ തുടങ്ങിയിട്ട് 54 വർഷമായി. ഇപ്പോൾ എനിക്ക് 73 വയസ്സാണ്. ദൈവത്തിന് സ്തോത്രം. 84 വർഷം കൊണ്ട് ഈ സാലേപുരി സഭയിലെ ഒരു വിശ്വാസിയായിരിക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. വിശ്വാസത്തോടെയും വിശ്വസ്തയോട് ഇതുവരെയും ഇവിടെ ആയിരിക്കാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അതിന് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സഭയിൽ ഞാനിങ്ങനെ ഒരു വിശ്വാസിയായിരിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്താലല്ല. ഞാൻ ഈ സാലേപുരി സഭയിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ സാലേപുരി സഭയിൽ കൊണ്ടുവന്നു നട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ദൈവം എന്നെ ഇതുവരെയും 73 വർഷം വരെയും സാലേപുരി സഭയിൽ ഒരു വിശ്വാസിയായി എനിക്ക് നിൽക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. അതിന് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ എൻ്റെ ദൈവമാണ് എന്നെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മളെ സഭ അറിഞ്ഞതുപോലെ ഞാൻ 34 ദിവസം അനന്തപുരി ആശുപത്രിയിലായിരുന്നു. അവിടെ വെച്ച് ഞാൻ അരമണിക്കൂർ മരിച്ചു എന്നാണ് ജനങ്ങൾ പറയുന്നത്. എന്നാൽ ഡോക്ടറും ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അരമണിക്കൂർ മരിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ ഈ അരമണിക്കൂറും ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ അടുത്തായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഞാൻ മരിച്ച് സ്വർഗത്തിൽ പോയി. ഞാൻ എൻ്റെ അപ്പൻ്റെ കൂടെ ആയിരുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുപ്പൻ്റെ കൂടെ ആയിരുന്നു. യേശുപ്പൻ അവിടെ വെച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ എന്നോട് ചെയ്യുവാൻ പറഞ്ഞു. ശരിക്കും കാര്യങ്ങൾ പറഞ്ഞു. എനിക്കൊന്നും ഓർമ്മയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ചില കാര്യങ്ങളും കുറച്ചൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മുഴുവൻ എനിക്ക് ഓർമ്മയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെയ്യേണ്ടതായ കാര്യങ്ങൾ പലതും എന്നെ ഏൽപ്പിക്കുന്നതായിട്ട്, ഉത്തരവാദിത്തോടുകൂടി എന്നെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ചില കാര്യങ്ങൾ എൻ്റെ യേശുപ്പൻ എന്നോട് പറഞ്ഞത്, നീ സാക്ഷിയാവണം. ഞാൻ പറഞ്ഞു, യേശുപ്പ ഇനി ഞാൻ സാക്ഷി പറയില്ല. ഞാൻ സാക്ഷി ഇഷ്ടം പോലെ പറഞ്ഞു. ഇനി എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ സാലേപുരി സഭയിൽ 70 സഭയോളം ഞാൻ എൻ്റെ ഭർത്താവും കൂടെ പോയി ഈ സഭയുടെ കീഴിൽ ഉള്ള സഭകളിൽ 2 പ്രാവശ്യം പോയി ഞാൻ സാക്ഷീകരിച്ചു, ഞാനും എൻ്റെ ഭർത്താവും കൂടെ. പിന്നെ എനിക്കൊരു സാക്ഷി പുസ്തകം എഴുതിയതുണ്ട്. ആ പുസ്തകം വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. ഒരുപാട് അവർ വിളിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, യേശുപ്പ ഞാനിങ്ങനെ സഭകളിൽ പോയി സാക്ഷി പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പുസ്തകം എഴുതി അനേക പേര് അത് വായിച്ചിട്ട് എന്നെ വിളിച്ചു. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനി എന്നെ കൊണ്ട് കഴിയില്ല, ഞാൻ പോകുകയുമില്ല. പിന്നെ എനിക്ക് 71 വയസ്സായി. ഇനി എന്നെക്കൊണ്ട് എന്ത് കഴിയും? എനിക്ക് മറ്റ് സ്ഥലങ്ങളിൽ പോയി സാക്ഷീകരിക്കുവാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ യേശുപ്പച്ചൻ എന്നോട് പറഞ്ഞു, നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലേ നീ ലോകത്ത് സാക്ഷിയാവണമെന്ന് എന്നോട് ചോദിച്ചു. ഒരു നിമിഷം എൻ്റെ ഹൃദയം പതറിയതുപോലെ ഞാൻ കിടക്കുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പിന്നെ ഞാൻ ചിന്തിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശുപ്പ അതങ്ങനെ പുസ്തകത്തിലുണ്ടെങ്കിലും എനിക്കിനി ചെയ്യാൻ പറ്റില്ല, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ആ സമയത്താണ് നമ്മളെ സതീശ് ഭാഷയെ ഞാൻ ആത്മാവിൽ കാണുന്നു. ശരീരത്ത് ചലനം വയ്ക്കുന്നു. ഞാൻ കണ്ണു തുറക്കുന്നു. ദൈവത്തിന് സ്തോത്രം.
കണ്ണ് തുറന്നപ്പോൾ ഞാൻ ആശുപത്രിയിൽ കിടക്കുകയാണ് ചെയ്യുന്നത്. ആശുപത്രിയാണെന്നറിയാം, ICUലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ആശുപത്രിയാണ് ഞാൻ കിടക്കുന്നെങ്കിലും എനിക്ക് ഭയങ്കര പരേശം, വെപ്രാളം. എൻ്റെ ആൾക്കാരൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ സ്വർഗത്തിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. യേശപ്പൻ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത് എനിക്ക് ഇവരോട് പറയണം, എൻ്റെ മക്കളോട് പറയണം. എനിക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, കഴിവില്ല. അപ്പോൾ എൻ്റെ മക്കളോട് ഈ വേദനകളൊക്കെ ഞാൻ എങ്ങനെ പറയും? ഭയങ്കര വെപ്രാളം, പരേശം. സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ല, പറ്റുന്നില്ല. എഴുതി കാണിക്കാനും പറ്റുന്നില്ല. എനിക്കിതെല്ലാം എൻ്റെ മക്കളോട് പറയണം. മക്കളെ, എനിക്ക് യേശപ്പൻ ഇങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. ഞാൻ ലോകത്ത് സാക്ഷിയാവണമെന്ന് യേശപ്പൻ പറയണം. മക്കളെ, ഒരുപാട് കാര്യങ്ങൾ യേശപ്പൻ എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ മക്കളെ എന്ന്. എൻ്റെ വിഷമങ്ങൾ എൻ്റെ മക്കളോട് പറയുന്നു. എൻ്റെ ഉള്ളു കിടന്നു ദാഹിക്കുന്നു, ഉള്ളു തുടിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് എന്നോട് പറഞ്ഞു ഒരു കാര്യം വീണ്ടും, നീ സകല എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, നീ സകല ജനത്തിനോടും യേശുവാണ് ദൈവമെന്ന് നീ അവരോട് അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു എനിക്കിനി കഴിയില്ല, പറ്റില്ല. അപ്പോഴാണ് അവസാനമാണ് സതീഷ് ഭാഷയെ കാണിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. ആ സതീഷ് ഭാഷ മുഖാന്തരം എന്നിട്ട് ഞാൻ ആശുപത്രി വെച്ച് സതീഷ് ഭാഷ ഞാൻ വിളിപ്പിച്ചു. എൻ്റെ മോനോട് പറഞ്ഞു, മോനെ നീ സതീഷ് ഭാഷ ഒന്ന് വരാൻ പറ, എനിക്ക് കുറേ കാര്യങ്ങൾ ഭാഷയോട് എനിക്ക് പറയണം. അങ്ങനെ എൻ്റെ മോൻ ഭാഷയെ വിളിച്ചു. ഭാഷ വന്നു, കുറേ സമയം എൻ്റെ അരികിലിരുന്നു. ഞാൻ എൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം ഞാൻ ഭാഷയോട് പറഞ്ഞു. ഭാഷ എങ്ങനെയാണ് യേശപ്പൻ എന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ഭാഷയെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് യാതൊരു അറിവുമില്ല. എൻ്റെ യേശപ്പനാണല്ലോ എന്നോട് പറഞ്ഞത്, എന്നെ അപ്പം ശിക്ഷിക്കില്ലേ? അതുകൊണ്ട് ആ വിഷമത്തോടെ ഞാൻ ഭാഷയോട് പറഞ്ഞു, ഭാഷ ഇങ്ങനെയൊക്കെ യേശപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യട്ടെ? അപ്പം ഭാഷ പറഞ്ഞ്, ആൻറ്റി സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എന്തൊക്കെ ചെയ്യാം, ടെൻഷൻ പിടിക്കണ്ട. അസുഖമായി വീട്ടിൽ പോയിട്ട് റെസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഞാനവിടെ വരും, ആൻറ്റിയോട് സംസാരിക്കും. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. മനസ്സിന് വലിയ ആശ്വാസമായി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. പാസ്റ്റർ വന്നു. അപ്പോൾ ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. പാസ്റ്റേ, എനിക്കിങ്ങനെ എനിക്ക് സകല ജനത്തിനെ അറിയിക്കണമെന്നാണല്ലോ യേശപ്പൻ പറയണത്. ഞാൻ എങ്ങനെ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ. യേശപ്പനാണ് എന്നോട് പറഞ്ഞത്, എനിക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, അതിന് വഴിയുണ്ട്, നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് വഴിയുണ്ട്, അങ്ങനെ ചെയ്യാമെന്നൊരു ഉറപ്പ് പറഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പം തന്നെ, പാസ്റ്റർക്ക് അവിടെ ഇരുന്നപ്പം തന്നെ ദൈവം ഒരു വെളിപ്പാട് കൊടുത്ത് പുസ്തകത്തിലിടേണ്ട ഒരു പേര്. ആ പേരാണ് ഇന്ന് പുസ്തകത്തിൽ കിടക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഇപ്പോൾ എൻ്റെ യേശപ്പൻ എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു വെളിപ്പാടാണെന്ന് പറഞ്ഞാണ് ആ പേരിട്ടിട്ടുള്ള. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ഭാഷ എനിക്ക് എല്ലാത്തിനും ഒരു വഴിയായിട്ടായിട്ട് അന്ന് മുതൽ ഈ നിമിഷം വരെയും എനിക്കൊരു വഴിയാട്ടിയായിട്ട് എനിക്ക് തന്നിരിക്കുന്നതിന് ഞാൻ ദൈവത്തിന് അധികമായി നന്ദി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ ഭാഷയും കുടുംബത്തെയും ഞാൻ വളരെയധികമായി പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് വേണ്ടി ഇത്രത്തോളം ചെയ്തതുണ്ട്. ഒരു ഇൻ്റർവ്യൂ നടത്തിയതും പിന്നെ ഒരു നന്ദി പ്രാർത്ഥന. അതിന് ശേഷം ഞാൻ ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു നന്ദി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്, ഒരു ഇൻ്റർവ്യൂ നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഒരു സാക്ഷി ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനും ഏതിനും എൻ്റെ സതീഷ് ഭാഷയാണ് എല്ലാത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ആശ്വാസം നേരാനും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാനും ധൈര്യം തരാനും ചെയ്ത്. അതുപോലെ ഈ പുസ്തകം തന്നെ അടിക്കാൻ കൊടുക്കുന്നതിനും സതീഷ് ഭാഷ തന്നെയാണ് ആളിനെ ഏർപ്പാട് ചെയ്ത് തന്നതും അവരെ പരിചയപ്പെടുത്തി തന്നു. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുവാനും ആ പുസ്തകം ഇന്ന് ഇറക്കുവാനും കർത്താവ് സഹായിച്ചു. എൻ്റെ ദൈവത്തെ അതിനെ സ്തുതിക്കുന്നു. ഭാഷയ്ക്ക് വീണ്ടും ഞാൻ നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ തുടർന്നുള്ള കാര്യങ്ങൾ ഭാഷ ദൈവം അനുഗ്രഹിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പം എനിക്ക് എഴുതാനൊന്നും അറിഞ്ഞുകൂടാ, എന്നാൽ പറഞ്ഞു കൊടുക്കണമെങ്കിലും അറിഞ്ഞുകൂടാ. ദൈവാത്മാവ് എന്തെങ്കിലും എനിക്ക് തന്നാലേ പറയാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ, ഒന്നും പറയാനും അറിഞ്ഞുകൂടാ. എന്നാൽ അപ്പോഴും ഞാൻ ദൈവത്തോട് ഭയങ്കരമായിട്ട് കരയുകയും പ്രാർത്ഥിക്കുകയും, ഉറക്കമില്ല, മനസ്സ് എപ്പോഴും ഭാരം. കാരണം മനുഷ്യനല്ല എന്നോട് പറഞ്ഞത്, എൻ്റെ യേശപ്പനാണ് എന്നോട് പറഞ്ഞത്, നീ ഇത് ചെയ്യണം,
സാക്ഷി ഞാൻ പറയണമെന്നൊക്കെ. അപ്പം പിന്നെ ഞാൻ എങ്ങനെ അടങ്ങിക്കിടക്കും, എങ്ങനെ സമാധാനത്തോടെ ഞാൻ കഴിയും? എനിക്ക് സമാധാനമില്ല, സന്തോഷമില്ല, ഒന്ന് ചിരിക്കാൻ പോലും എനിക്ക് മനസ്സില്ല. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും മനസ്സിൽ ഭാരമാണ്. കാരണം എനിക്ക് വായിക്കാൻ എടുക്കാൻ അറിഞ്ഞൂടാ, ബൈബിൾ വായിക്കാൻ അറിഞ്ഞൂടല്ലോ. അപ്പം ഞാൻ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോഴും കർത്താവ് ചെയ്യേണ്ട കാര്യങ്ങൾ ദർശനമായിട്ടെങ്കിലും വെളിപ്പാടായിട്ടെങ്കിലും കർത്താവ് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞു തന്നു. ആ ദർശനത്തിൽ വെളിപ്പെടുന്നതും പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഉടനെ തന്നെ ഏത് രാത്രിയിൽ വെളിപ്പെട്ടാലും ഉടനെ തന്നെ എൻ്റെ രജനി സഹോദരിയോട് ഞാൻ പറയും, പെട്ടെന്ന് എഴുതി വൈ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും. യേശുപ്പൻ ഇങ്ങനെ പറയുകയാണ്, പെട്ടെന്ന് എഴുതി വൈ എന്ന് പറയും. അങ്ങനെ രജനി സഹോദരി ഉടനെ എഴുതി വയ്ക്കും. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ആ ദർശനം മാത്രം പോരല്ലോ, വെളിപ്പാട് മാത്രം പോരല്ലോ, അതിൻ്റെ എന്താണ് അർത്ഥം, എന്താണ് വിവേചനം എനിക്കറിഞ്ഞുകൂടാ. ആ സമയത്ത് ഒറ്റ വാക്കിൽ പറയുമ്പോഴല്ല, ഞാനൊരു ഭ്രാന്തിയെ പോലെയാണ്. ഞാൻ ഉറങ്ങിയിട്ട് എത്രയും നാളുകളായി, ഈ നിമിഷം വരെ ഞാൻ ഒരു ഭ്രാന്തിയെ പോലെയാണ്. ദൈവത്തിന് സ്തോത്രം. രാത്രി കിടന്ന് അങ്ങോട്ട് മറിഞ്ഞ് ഇങ്ങോട്ട് മറിഞ്ഞ് എഴുന്നേറ്റിരുന്ന് ദൈവത്തോട് കരയും, പ്രാർത്ഥിക്കും. കാരണം കർത്താവ് എന്നോട് പറഞ്ഞതാണല്ലോ, ഞാൻ ഇന്നിരുന്ന് മരിച്ചു പോയാൽ ജനത്തിൻ്റെ കണക്ക് ഞാൻ കൊടുക്കണ്ടേ, ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. അപ്പോൾ നേരെ വെളുക്കുമ്പോൾ തന്നെ ദൈവം എനിക്ക് എൻ്റെ വിവേചനവും അർത്ഥവും തന്നു കഴിയും. രാവിലെ എഴുന്നേറ്റ് രാവിലെ രജനി സഹോദരോട് ഞാൻ പറയും, നമുക്ക് പുസ്തകവും പേനയൊക്കെ എടുത്ത് വെളിയിലോട്ട് പോയിരുന്ന് പുറത്ത് പോയിരുന്ന് നമുക്ക് എഴുതണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന അർത്ഥവും വിവേചനവും രജനി സഹോദരി അതെല്ലാം അപ്പോഴപ്പോഴായി എഴുതി വയ്ക്കും. അങ്ങനെ എഴുതി വെച്ച് ഇരിക്കുന്ന സമയത്ത് ഈ ചർച്ചിൽ ഞാനിവിടെ ആരാധിച്ചുകൊണ്ടിരുന്നപ്പം കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവിനോട് സംസാരിച്ചു, നീ മലയാളത്തിൽ പുസ്തകം എഴുതുന്നു, മലയാളം അറിയാമെന്നുള്ള മലയാളം വായിക്കും, എന്നാൽ മലയാളത്തിൽ അറിഞ്ഞുകൂടാത്ത അവർക്ക് ഇംഗ്ലീഷിൽ വായിക്കണമെങ്കിലോ എന്ന് തന്നെ ഓർമ്മപ്പെടുത്തി. അപ്പോഴും ഞാൻ ചിന്തിച്ചു, അയ്യോ ഞാൻ ഇനി എന്ത് ചെയ്യും, ഇനി ഇംഗ്ലീഷിൽ ഞാൻ എങ്ങനെ ചെയ്യും, എനിക്കറിഞ്ഞുകൂടാ. അങ്ങനെ ഭാരപ്പെട്ടു വീട്ടിൽ പോയി ഞാൻ രജനി സഹോദരിയുടെ ഈ കാര്യം ഞാൻ പറഞ്ഞു. ഇങ്ങനെയാണ്, ശരിയാണ്, മലയാളത്തിൽ എഴുതിയാൽ ഇംഗ്ലീഷിൽ ആൾക്കാരെങ്ങനെ വായിക്കും, ഇംഗ്ലീഷ് അറിയാമെന്നുള്ളവർ എന്നിങ്ങനെ ചോദിച്ചു. അങ്ങനെ ഇരുന്ന് അതിനു വേണ്ടി വീണ്ടും ഞാൻ പ്രാർത്ഥിച്ചു, ഭാരപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു ദിവസം രാത്രി 2:30 മണിയായപ്പോൾ ദൈവാത്മാവ് എന്നെ ഇവിടെ ഇരുന്ന അനിത ടീച്ചറിനെ എടുത്ത് കാണിക്കുവാനിടയായി. ഞാൻ വിളിക്കുന്ന അമ്മണി എന്നൊക്കെയാണ്. എൻ്റെ വീട്ടിൻ്റെ അയൽവക്കത്ത് അവർ താമസിച്ചിരുന്നത്. 50 വർഷത്തെ പരിചയം ഞങ്ങൾ തമ്മിലുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കാണുന്നവരാണ്. എന്നാൽ ഇത്രയും ഒരു കഴിവ് അനിത ടീച്ചറിനുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അന്ന് ആത്മാവിൽ അനിത ടീച്ചറിൻ്റെ അടുത്ത് എന്നെ കാണിച്ചു. അപ്പം ഞാൻ രജനി സൗരോട് പറഞ്ഞു, ഇങ്ങനെ അമ്മണിയെ ഇങ്ങനെ കാണുന്നു, നമുക്ക് അമ്മണിയോട് ചോദിച്ചാലോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഓ ശരിയാണ്, നമുക്ക് ചോദിക്കാം. അങ്ങനെ അനിത ടീച്ചറിനോട് ചോദിച്ചു. വളരെ സന്തോഷത്തോടെ, സമർപ്പണ ഹൃദയത്തോടെ, സ്നേഹത്തോടെ അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് ഭയങ്കര ഒരു ഭാരം എന്നെ ഇന്ന് ഇറക്കി വെച്ചു. അനിത ടീച്ചർ വന്ന് എൻ്റെ വീട്ടിൽ കുടുംബമായിട്ട് വന്ന് എത്ര ദിവസങ്ങൾ വന്ന് പുസ്തകങ്ങൾ, മലയാള പുസ്തകങ്ങൾ തിരുത്തുവാനും, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം പറഞ്ഞപ്പം മലയാളത്തിന് ഇംഗ്ലീഷിലാക്കുവാനും ചെയ്യാമെന്ന് അനിത ടീച്ചർ പറയുകയും അങ്ങനെ ഇംഗ്ലീഷിൽ മുഴുവനായിട്ട് ചെയ്ത് വച്ചിരിക്കുകയാണ് ചെയ്യണത്. മലയാളത്തിൽ അധികം എല്ലാം തിരുത്തിയത് നമ്മളെ അനിത ടീച്ചറാണ്. ഇംഗ്ലീഷിലെല്ലാം ചെയ്തു വച്ചേക്കുന്നത്. ഞാൻ അതിന് ബുക്കാക്കി എടുത്താൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. ആ വിധത്തിലാക്കി വെച്ചിരിക്കുന്നു. ആ അനിത ടീച്ചറിന് ഞാൻ വളരെ നന്ദിയോടെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആ കുടുംബത്തിൽ ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നുണ്ട്, ഇനിയും പ്രാർത്ഥിക്കും. ദൈവത്തിന് സ്തോത്രം. അധികമായിട്ട് ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടി ഇത്രയും സഹായിച്ചു തന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ ശേഷം പിന്നെ അടുത്തതിൽ ഈ പുസ്തകം തിരുത്തുവാനായിട്ട് പിന്നെയും ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. ശരിക്ക് തിരുത്തുകളുണ്ടായിരുന്നു. നമ്മൾ എത്ര ശരിയാക്കിയിട്ടും പിന്നെ തിരുത്ത്. അപ്പോൾ ആ പുസ്തകം അടിക്കാൻ കൊടുക്കുന്നിടത്ത്
എനിക്ക് ഒരു ദിവസം കൊണ്ടല്ല വെളിപ്പെടുന്നത്, ഒരുപാട് മാസങ്ങൾ കൊണ്ടാണ് എനിക്ക് വെളിപ്പെട്ട് ഇപ്പം 2 വർഷമായി ഞാൻ ഈ പുസ്തകം എഴുതി തീർന്നിട്ട്. അങ്ങനെ ഏതാണ്ട് 1 വർഷമൊക്കെ കഴിയുന്നവരെയും ദൈവം വെളിപ്പെടും. എന്നാൽ ആ പുസ്തകം അടിക്കുന്ന കൊച്ചാണെങ്കിൽ, ആ കുഞ്ഞാണെങ്കിൽ, അവളാണെങ്കിൽ ഇതെല്ലാം എഴുതിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ വെളിപ്പെട്ട് പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കും. എല്ലാം ആയിക്കഴിയും അവരുടെ കണക്കിന്. അപ്പോഴായിരിക്കും ദൈവാത്മാവ് എന്തെങ്കിലും വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ രജനി സഹോദരോട് ഞാൻ പറയും, ഇനി എങ്ങനെയാണ് ആ കൊച്ചിനോട് പറയുന്നത്? പേടിച്ച് ആ കൊച്ചിനോട് പറയും, ഇങ്ങനെയാണ് മോളെ കാര്യം, എന്ത് ചെയ്യുക, ധൈര്യമായിട്ട് പറഞ്ഞാൽ മതി, എന്ത് വേണം ഞാൻ ചെയ്യും. ഇങ്ങനൊരു പുസ്തകം എൻ്റെ കയ്യിൽ വന്നത് ഞാൻ ഭാഗ്യം പറഞ്ഞവളാണ്. എൻ്റെ കയ്യിൽ തന്നെ വന്നല്ലോ, അതെൻ്റെ എത്രയെന്ന വലിയ ഭാഗ്യമാണെന്ന് ആ കൊച്ചു പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവസാനം വരെയും ആ കൊച്ചു പുസ്തകം തിരുത്തുകയും അങ്ങനെ പ്രസ്സിൽ കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായിട്ട് ചെയ്യുകയും അങ്ങനെ അതിനെ ശരിയാക്കി ദൈവം തന്നു. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മളെ ലിജിമോളെ ഭർത്താവ് സൈജ് മോൻ പല ദിവസങ്ങളും എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഈ പുസ്തകത്തെ തിരുത്തുവാനിടയായി, നന്നായിട്ട് തിരുത്തുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിനും ഞാൻ ആ മകനോട് കുടുംബത്തോടും ഞാൻ വളരെയധികം നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ നമ്മളെ രജനി സഹോദരിയുടെ സഹോദരൻ ജോയി അരികാനിൽ, അതും ഇവിടെ നിന്ന് ഫോൺ വഴി എങ്ങനെയൊക്കെ ഫോട്ടോകളൊക്കെ എടുത്ത് അയച്ചു കൊടുത്ത് അങ്ങനെ ആ ജോയി സഹോദരനും പുസ്തകം തിരുത്തുന്നതായിട്ട് ഫോൺ വഴിയാണ് അത് രജനി സഹോദരിക്ക് അറിയാവൂ. അത് കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിൽ കുടുംബമായിട്ട് വന്നപ്പോഴും പുസ്തകം തിരുത്തുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആത്മാർത്ഥയായിട്ട് അതിൻ്റെ വഴികൾ പറഞ്ഞു തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. ആ കുടുംബത്തെ ഓർത്ത് ഞാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. 2 വർഷമായി ഞാൻ ഈ പുസ്തകം എഴുതി തീർന്നിട്ട്. ഇത്രയും വർഷം, 2 വർഷം വരെ ഞാൻ അനുഭവിക്കാൻ ഒരു വേദനയില്ല. ശരിക്കും വേദന ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് എനിക്ക് പുസ്തകം ഞാൻ എഴുതി തീർന്നില്ല. പുസ്തകം എഴുതിക്കൊണ്ടിരുന്നപ്പം തന്നെ 3 അസുഖം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ദൈവത്തിന് സ്തോത്രം. 1 എൻ്റെ തലച്ചുറ്റായിരുന്നു. ഈ പുസ്തകം എഴുതുന്ന സമയത്ത് ഈ പുസ്തകം എഴുതാനും പാടില്ല, പുറത്തിറക്കാനും പാടില്ല. കാരണം യേശുപ്പനാണല്ലോ പറഞ്ഞത്. അതുകൊണ്ട് ഈ പുസ്തകം ഒരു കാരണത്താൽ പുറത്തിറങ്ങാൻ പാടില്ല, ജനങ്ങൾ രക്ഷപ്പെട്ടു പോകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ എനിക്കാണെങ്കിൽ എൻ്റെ യേശുപ്പനാണല്ലോ പറഞ്ഞത്, എൻ്റെ രോഗം സഹിക്കാൻ കഴിയാത്ത രോഗമാണ് എങ്കിൽ പോലും എനിക്ക് പുസ്തകം എൻ്റെ ഇടയിൽ കൂടെ എനിക്ക് എഴുതി പൂർത്തിയാക്കണം. ഓരോ നിമിഷം ഞാൻ മരിച്ചു പോയാൽ ഈ പുസ്തകം എനിക്ക് പൂർത്തിയാക്കണം. എൻ്റെ യേശുപ്പനാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഫോൺ വിളിക്കുമ്പോൾ ഓരോരുത്തരോട് പറയും, ഞാനിങ്ങനെ പുസ്തകം എഴുതുകയാണ്, എനിക്ക് ആകെ ടെൻഷനും വിഷമമൊക്കെ. ആൻറ്റി ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യും, പൂർത്തിയാക്കുമെന്ന് എനിക്ക് ധൈര്യപ്പെടുത്തുകയും ചെയ്യും. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ ഒക്കെയും വളരെ ഭാരപ്പെട്ടു. എനിക്ക് ആദ്യമായി ഉണ്ടായി ഒരു തലച്ചുറ്റെന്ന് പറഞ്ഞാൽ തല തൂക്കി അടിച്ചിട്ട് വീട് മൊത്തത്തിൽ കറങ്ങും പോലെയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. വീട് കറങ്ങിയിട്ട് പിന്നെ ഛർദിലാണ്, കയ്യിലൊന്നും പിടിച്ചാൽ നിൽക്കില്ല, ഛർദിൽ തല കുത്തനെ കിടക്കും പോലെ കിടക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. കട്ടിലിൽ കിടന്ന കട്ടിലെല്ലാം തൂക്കി അടിക്കും പോലെ തോന്നും. വളരെ കഷ്ടപ്പെട്ടു. 1 മാസം വരെ ഞാൻ കഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പെട്ടപ്പോഴും എനിക്ക് പുസ്തകമാണ് ചിന്ത. പുസ്തകം എനിക്ക് എഴുതണം, എന്ത് വന്നിരുന്നാലും എനിക്ക് പുസ്തകം എഴുതണം. ഇതായിരുന്നു എൻ്റെ വാശി മുന്നിൽ. എന്നാൽ അപ്പോൾ ദൈവത്തോട് ഞാൻ പറഞ്ഞു, യേശുപ്പ എൻ്റെ തലക്കറക്കം മാറ്റി തന്ന ഞാൻ ചർച്ചിൽ സാക്ഷി പറഞ്ഞോളാവുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങ് ദിവസം ഞാനൊരു തീരുമാനമെടുത്തു. എൻ്റെ ഈ തലക്കറക്കം എൻ്റെ കർത്താവ് എനിക്ക് മാറ്റി തന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ തീർന്നില്ല. അങ്ങനെ എനിക്കൊരു ചുമയുണ്ടായി. അത് 1 മാസത്തിലധികം എനിക്ക് കഫമില്ലാത്ത ചുമച്ച് രാവും പകലും ഒരുപോലെ നിന്ന് ചുമയ്ക്കും. തലകുത്തനെ കിടക്കണമെന്ന് തന്നെ പറയാം. അത്ര ചുമ സഹിക്കുവാൻ കഴിയില്ല. ആര് കേട്ടാലും പേടിക്കുന്ന രീതിയിലുള്ള ചുമയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത് 1 മാസത്തിലധികം ഞാൻ അനുഭവിച്ചു. അതും എൻ്റെ യേശുപ്പൻ എനിക്ക് സുഖം തന്നു. അതിനുശേഷം എൻ്റെ കാലിൻ്റെ ഇടത് കാലും മൊത്തം നീരായി, ഭയങ്കര നീര്. ഞാൻ പുറലോകം കാണുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കിനി യാത്ര ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇതോടെ തകർന്നു പോയിരിക്കും. എനിക്ക് രക്ഷയില്ല. പക്ഷെ പുസ്തകവും എഴുതിയിട്ടില്ല, അതും പൂർത്തിയായിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പുസ്തകം എഴുതണമെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കണമല്ലോ. എഴുതാൻ ആൾക്കാരുണ്ട്, പക്ഷെ പറഞ്ഞു കൊടുക്കണം. പക്ഷെ എനിക്ക് എൻ്റെ കാല് അനക്കാൻ വയ്യ, കട്ടിൽ കാല് വയ്ക്കാൻ വയ്യ.
കട്ടിലിൽ കാല് നൂത്ത് വയ്ക്കാൻ വയ്യ, മടക്കി വയ്ക്കാൻ വയ്യ, ചെവലിൽ കാല് ചരിച്ച് വയ്ക്കാൻ വയ്യ, കാല് തൂക്കി തറയിൽ വയ്ക്കാൻ വയ്യ. വാവിട്ട് നിലവിളിച്ചതുപോലെ ഞാൻ ഭയങ്കരമായി വേദന. ചുമന്നും കിടക്കും. മുള വരച്ച് പുരട്ടിയതുപോലെ നീറ്റലും. തിളച്ച വെള്ളത്തിൽ നമ്മൾ കൈ മുക്കിയാൽ എങ്ങനെ ഇരിക്കും? നല്ല വെട്ടി തിളയ്ക്കണ വെള്ളത്തിൽ നമ്മൾ കൈ മുക്കിയാൽ എങ്ങനെ ഇരിക്കും? അതേപോലെയാണ് എൻ്റെ കാല്. ആ ഒരു അനുഭവമായിരുന്നു. അത് 1 മാസത്തിലധികം ഞാൻ വളരെയധികം വേദന അനുഭവിച്ചു. സ്വർഗത്തിൽ ദൈവം അതെനിക്ക് മാറ്റി തന്നു. പ്രത്യേകിച്ച് എന്തുകൊണ്ട് 3 അസുഖം എനിക്ക് വന്നു മാറ്റിയെന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ എൻ്റെ മിടുക്ക് കൊണ്ടോ എനിക്കെപ്പോഴും വിചാരിക്കുമ്പം എനിക്ക് ദൈവസേനയിൽ എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്നിൽ എന്ത് കണ്ടിട്ടാണ്? എനിക്ക് പഠിത്തമില്ല, എനിക്കൊന്നുമില്ല. എങ്കിൽ പോലും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ നിന്ന് എന്നോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ഏത് വിഷയവും സംസാരിക്കുന്നു. എൻ്റെ ഭാരങ്ങൾ വരുമ്പോൾ സംസാരിക്കുന്നു. വിഷമിച്ച് ചില ദിവസം ചെന്ന് കിടക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്ന് കിടക്കും, കരഞ്ഞുകൊണ്ട് കിടക്കും ചില വിഷയങ്ങൾക്ക്. അപ്പോഴും അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് സംസാരിക്കും, ആശ്വാസവാക്ക് പറയും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് എൻ്റെ യേശുപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ അപ്പച്ചൻ എൻ്റെ കൂടെയുണ്ട്. ഈ പ്രതികൂലങ്ങളെല്ലാം കടന്നു വരാൻ പോകുമ്പം തന്നെ യേശുപ്പൻ എന്നെ അറിയിച്ചിട്ട് പ്രതികൂലം വരും. എൻ്റെ യേശുപ്പൻ എന്നെ നിർത്തും, ഉറപ്പിക്കും. അങ്ങനെയാണ് ഇന്ന് ഇത്രയും ആരോഗ്യത്തോടെ നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച്. എനിക്കിപ്പോൾ 73 വയസ്സാണ്. എനിക്കിവിടെ കൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട്. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, സകല ജനത്തോടും യേശുവാണ് ദൈവം എന്ന് നീ പറയണമെന്നാണ്. അപ്പോൾ കുറച്ച് ദൂരം കൊണ്ട് തീരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ആരാധന വെച്ചതും കുറച്ച് പേരെ വിളിച്ചതും ഈ കാര്യങ്ങൾ ഇവിടെ വെച്ചത് ചെയ്തതും. കർത്താവിന് വേണ്ടി എന്തും എന്നാൽ കഴിയുന്നത് എൻ്റെ ചിന്ത അത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ യേശുപ്പൻ പറയുന്ന എന്താണോ അതെനിക്ക് ചെയ്യണം. അപ്പം പറയുന്നു, നിന്നോട് ഞാൻ കൽപ്പിക്കും, നീ അത് ചെയ്യണം. ഇതാണ് പറയുന്നത്. ഒരു വ്യക്തിയോട് നീ സംസാരിക്കണം, അവരനുസരിച്ചില്ലെങ്കിൽ ഞാൻ അവരോട് ചോദിക്കും. ICയിൽ ഒരുപാട് കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശുപ്പൻ എന്നെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്, എന്നെക്കുറിച്ചും എൻ്റെ മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചും ദേശത്തെക്കുറിച്ചും സകല ജനത്തെക്കുറിച്ചും ദൈവം എന്താഗ്രഹിക്കുന്നോ അതുപോലെ ആയിത്തീരുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എനിക്കായിട്ട് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, ഞാൻ അങ്ങനെ വിഷമിച്ച് ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഒരു ദിവസം കൊണ്ടല്ലല്ലോ ദർശനം തരുന്നത്. അങ്ങനെ ഇരുന്ന് ഒരു ദിവസമായപ്പം കർത്താവ് എന്നോട് പറഞ്ഞു, നീ ജനത്തെ പഠിപ്പിക്കണം, ഉപദേശിക്കണം. അപ്പം ഞാൻ ചോദിച്ചു, യേശുപ്പ അതെങ്ങനെയാണ് ഞാൻ ജനത്തെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത്? എനിക്കത് അറിഞ്ഞുകൂടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഒരു ശുദ്ധമായൊരു വെള്ള പേപ്പർ എടുത്ത് എൻ്റെ മുന്നിൽ കാണിച്ചു, എൻ്റെ ആത്മാവിൽ കാണിച്ചിട്ട് പറഞ്ഞ്, ഈ പേപ്പറിൽ എന്തെങ്കിലും അല്പമെങ്കിലും ഒരു പൊടിയെങ്കിലും അഴുക്കുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് സമ്മതം മൂലമൊന്നും ഇല്ല. എന്നാൽ ഇതൊരു വ്യക്തിയുടെ ഹൃദയത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. ഏതൊരു വ്യക്തിയുടെയും ഹൃദയങ്ങളെയാണ് യേശുപ്പൻ കാണിച്ചത്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഒരു പൊടി അഴുക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരവർക്ക് അറിയാൻ സാധിക്കും. മനുഷ്യൻ്റെ മുമ്പിലാണെങ്കിലോ മനുഷ്യൻ പുറമേ അറിയുന്നു, ദൈവാഹങ്ങളെ അറിയുന്നു. ഒരു ചെറിയ പൊടിയെങ്കിലും നമ്മളെ ഹൃദയത്തിനകത്ത് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം അതറിയുന്നു എന്നാണ്. അപ്പം ഈ പേപ്പറിൽ ഒരു പൊടി അഴുക്ക് വീണാൽ അറിയും പോലെ തന്നെയാണ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ. എന്നാൽ നമ്മൾ പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആരാധനയുണ്ട്, അന്യഭാഷയുണ്ട്, എല്ലാം ഉണ്ട് ആരാധിക്കാനിരിക്കുമ്പം. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. വളരെ ദുഃഖമുണ്ട്. വളരെ ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ഞാൻ ദൈവാത്മാവ് വ്യക്തമായി എടുത്ത് കാണിക്കുമ്പം വളരെ ദുഃഖമുണ്ട്. എത്ര ആരാധിച്ചാലും അവരുടെ ഹൃദയത്തിനകത്ത് ഒരു മാറ്റവുമില്ല. കർത്താവ് വരോളം ഇങ്ങനെ തന്നെ ഇരിക്കുമോ എന്നെനിക്ക് വളരെ ദുഃഖമുണ്ട്. കർത്താവ് വരുമ്പം നമ്മളെല്ലാവരും വരിക, വിശ്വസ്തയിലും നിഷ്കളങ്കതയോടു കൂടി നമ്മളെല്ലാവരും ഒരുങ്ങി സ്വർഗരാജ്യത്തിൽ പോവാൻ നമ്മളെല്ലാവരും ഒരുങ്ങിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരും സകലവരോടും ഞാൻ പറയാണ്, ആരും നശിച്ചു പോകരുത്, ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ ലോകത്ത് എന്തൊക്കെ നമ്മൾ നേടിയാലും നമുക്ക് കാശ് വേണ്ടെന്നല്ല, കാശ് വേണം. ആവശ്യത്തിന് നമുക്ക് കാശ് വേണമെന്നുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ. കാശ് വേണം, എങ്കിലും ഭയങ്കരമായ ആർത്തി പാടില്ല. അതിനേക്കാളും നമ്മളെ ഹൃദയം കർത്താവിന് ഒരുക്കി കൊടുക്കുക.
വിശുദ്ധിയോടെയും വിശ്വസ്തയോടെയും നിഷ്കളങ്കതയോടുകൂടി ഹൃദയം കർത്താവിന് ഒരുക്കി കൊടുത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി സകല ജനവും ഒരുങ്ങിയിരിക്കുക. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഉണർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുക. ഞാനും നിങ്ങളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. എനിക്ക് എന്തെങ്കിലും സാക്ഷിയിൽ വിട്ടുപോകണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നിൽക്കാൻ പോലും കൈകാലം ആടുന്ന കൂട്ടത്താണ്. എന്നാലും ഇത്രയെങ്കിലും എനിക്ക് പറയാൻ സാധിച്ചു. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്നെ ദൈവനാമം ക്ഷമിക്കണേ എന്ന് ഞാൻ പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്ര സാക്ഷ്യം തന്നെ ഞാൻ ബേബി ആൻറ്റി ഒരിക്കൽ ആശുപത്രിയിൽ ഇങ്ങനെ ഒരുപാട് മാരകമായ രോഗവുമായി ബന്ധപ്പെട്ട് കിടന്നു വന്നാൽ പ്രതീക്ഷകളില്ലാത്ത സ്ഥാനത്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം രക്ഷപ്പെട്ട് തിരിച്ചു മടങ്ങി വന്നതാണ് അവരുടെ സാക്ഷ്യം. അസുഖത്തിൽ നിന്ന് തിരിച്ചു മടങ്ങി വന്നത് തന്നെ ഒരു ദൈവപ്രവൃത്തിയാണ് എന്ന് വിശ്വസിക്കുന്നു. ദൈവം അവരെ ഇനിയും ആരോഗ്യത്തോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ വഴി നടത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തുടർന്നുള്ള സമയം വൈസ് പ്രസിഡന്റ് മുന്നോട്ട് വന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി ക്ഷണിക്കും. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിൽ നമ്മുടെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, എന്നും അനന്യനായി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഹൃദയസ്പർശിയായ അനുഭവ സാക്ഷ്യ വാക്കുകൾ നമുക്ക് കേൾക്കുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോബി എഡ്വിൻ ഇന്ന് പ്രിയപ്പെട്ട ബേബി ആൻറ്റിക്ക് ദൈവം നൽകിയ അത്ഭുത സൗഖ്യത്തിൻ്റെയും ദൈവപ്രവർത്തികളുടെയും ചിന്തകളടങ്ങിയ പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയംഗമായ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരുപാട് ഇടവേളയ്ക്ക് ശേഷം ബഹുമാന്യനായ കർത്താവിൻ്റെ ദാസൻ പ്രിയ സ്റ്റാൻലി പാസ്റ്ററോട് ഒരുമിച്ചും ഇങ്ങനെ ആയിരിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിൻ്റെ ദാസൻ വളരെ കഠിനമായ രോഗാവസ്ഥകളിൽ കൂടി താൻ പറഞ്ഞതുപോലെ തൻ്റെ ആക്സിഡൻ്റ് ഒരിക്കലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ താൻ സർജറിയൊക്കെ കഴിഞ്ഞ് കാലിന് സംഭവിച്ച ഒടിവും ആ കാലിൽ കമ്പിയൊക്കെ ഇട്ട് കിടന്ന ദിവസം ഞാൻ ഓർക്കുകയാണ്. എന്നാൽ ഇന്ന് ദൈവം അത്ഭുത സാക്ഷ്യമായിട്ട് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സഭയുടെ മുൻപാകെ കർത്താവിൻ്റെ ദാസനെ നിർത്തിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും പെട്ടെന്ന് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന നിർവഹണം നടത്തി പോകണമെന്നുള്ള മനസ്സിലാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാനിവിടെ ഇരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ദൈവവചന ചിന്ത ഇതാണ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും. നമ്മുടെ ദൈവം ആരംഭിക്കുക മാത്രമല്ല, ഏതെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും അതിന് പൂർത്തീകരണത്തിലെത്തിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഒരാമേൻ പറഞ്ഞാട്ടെ. കഴിഞ്ഞ 50 വർഷമായിട്ട്, കുറഞ്ഞത് കഴിഞ്ഞ 4 നൂറ്റാണ്ടായിട്ട് ക്രൈസ്തവ പ്രസംഗ മേഖലകളിൽ, പ്രത്യേകിച്ച് പെന്തിക്കോസ്ത് സഭകളിൽ നടക്കുന്ന സുവിശേഷ യോഗങ്ങളിലും കൺവെൻഷൻ വേദികളിലും ഉപവാസ പ്രാർത്ഥന കൂട്ടായ്മ വേദികളിലൊക്കെ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഉൾപ്പെടെയുള്ള പ്രസംഗകർ, ഞാൻ കഴിഞ്ഞ ദിവസം കൊല്ലത്തായിരുന്നു, അതിനു മുമ്പ് എറണാകുളത്തായിരുന്നു. ഞാൻ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും യാത്ര ചെയ്ത് പ്രസംഗിക്കുന്ന ഒരു സുവിശേഷകനാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നയാളാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളുമായി പോകുന്നയാളാണ്. ഈ ശാലേംപുരിയുടെ ഈ പുൾപിറ്റിലുൾപ്പെടെ ഒരുപാട് ദൈവദാസന്മാർ പ്രസംഗിക്കാൻ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്നു എന്ന് പറയുന്ന ദൈവദാസന്മാരെ നമ്മൾ തിരഞ്ഞു പിടിച്ചു കൊണ്ടുവരും. അവർ നമ്മളെ വൈബ്രേറ്റ് ചെയ്യുവാൻ, നമ്മളെ വികാരഭരിതമാക്കുവാൻ, നമ്മളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പ്രസംഗകർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലത്. ഞാൻ കഴിഞ്ഞ മാസം ആന്ധ്രാപ്രദേശിലായിരുന്നപ്പോൾ, ഞാൻ 2 മാസത്തിന് മുമ്പ് ഉത്തർപ്രദേശിലായിരുന്നപ്പോൾ, ഞാൻ കഴിഞ്ഞ 6 മാസത്തിന് മുമ്പ് ന്യൂയോർക്കിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ ഇന്ന അത്ഭുതങ്ങൾ സംഭവിച്ചു. വേറെ എവിടെയൊക്കെയോ നടന്ന അത്ഭുതങ്ങളുടെ കഥകളാണ്
99.9% കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായിട്ട് നമ്മുടെ പ്രസംഗവേദികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആവർത്തിച്ച് കേൾക്കാൻ തുടങ്ങിയപ്പോൾ ഈ അടുത്ത സമയത്ത് വളരെ രസകരമായൊരു കാര്യം നടന്നു. കഴിഞ്ഞ ദിവസം ഞാൻ കൊല്ലത്ത് ചർച്ചക്കോടിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ പാസ്റ്റർ അവിടുത്തെ ദൈവദാസൻ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു ദൈവദാസൻ വേറെ എവിടെയോ നടന്ന അത്ഭുതത്തെക്കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ മുമ്പിലിരുന്ന സൺഡേ സ്കൂൾ പഠിക്കുന്ന ഒരു കൊച്ചൻ വിളിച്ചു പറഞ്ഞു, പാസ്റ്ററങ്ങളെ, ഞങ്ങൾക്ക് ആൻഡമാനിലും ആഫ്രിക്കയിലും നടന്ന അത്ഭുതങ്ങളൊന്നും കേൾക്കണ്ട, ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്ത് കാണിച്ചാട്ടെ. നിങ്ങൾക്ക് മനസ്സിലായോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അത് ചെയ്ത് കാണിച്ചാട്ടെ. പുള്ളിക്കാരൻ വീർത്തിരുന്ന ബലൂണിൽ സൂചിമുന കൊണ്ട് കുത്തിയപ്പോൾ പൊട്ടിപ്പോകുന്നത് പോലെ പെട്ടെന്ന് തന്നെ പുള്ളിയുടെ ആവേശോജ്ജലകമായ പ്രസംഗത്തിന് വിരാമം കുറിക്കേണ്ട സാഹചര്യമുണ്ടായി. ഞാൻ ഈ ഇൻട്രഡക്ഷൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടി നടന്നു പോകുമ്പോൾ നമുക്കൊരുപാട് ദൈവത്തിന് മഹത്വമർപ്പിക്കുവാൻ, ഒരുപാട് അഭിമാനിക്കാൻ വകയുണ്ട്. പ്രിയപ്പെട്ട ബേബി സരോജമാൻറ്റി ഇന്ന് ശാലേംപുരിയിൽ മൈക്രോഫോണും പിടിച്ചുകൊണ്ട് മരണത്തിനപ്പുറം നമ്മളെ ജീവനിലേക്ക് നയിക്കുന്ന, പ്രാർത്ഥന കേൾക്കുന്ന, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം, നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ജീവിക്കുന്നു എന്ന് ആമേൻ പ്രിയപ്പെട്ടവരുടെ സാക്ഷ്യവുമായിട്ട് ഇവിടെ നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ തലമുറയ്ക്ക് നമുക്കതൊരു സാക്ഷിയാണ്. നമ്മുടെ കണ്ണാലെ നമ്മൾ കണ്ടിരിക്കുകയാണ്, നമ്മുടെ ചെവിയാൽ നമ്മൾ കേട്ടിരിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ പ്രിയ കർത്താവിൻ്റെ ദാസിയെ നിർത്തുവാനിടയായി. പ്രിയപ്പെട്ട ആൻറ്റി അനന്തപുരി ആശുപത്രിയിൽ അഡ്മിറ്റായി വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ജയപ്രകാശ് ബ്രദർ എന്നെ വിളിച്ചു. ഞാൻ ആ ആശുപത്രിയിലേക്ക് ചെല്ലുവാനിടയായി. നമ്മുടെ സഭയുടെ ഭാഗമായിരിക്കുന്ന കാഞ്ഞിരംകുളത്തുള്ള അനു എന്നെ വെന്റിലേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ വെന്റിലേറ്ററിലായിരിക്കുന്ന ബേബി സരോജം ആൻറ്റിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ മൂക്കിൽ കൂടി ട്യൂബ്, വായിൽ കൂടി ട്യൂബ്, ശരീരമാസകലം മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഫിറ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ആശുപത്രികളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വെന്റിലേറ്ററിൽ ഇത്ര ക്രിട്ടിക്കലായിട്ട് കിടക്കുന്ന ഒരാളിൻ്റെ അടുത്ത് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് പ്രിയ ആൻറ്റിയുടെ അടുക്കലാണ്. പ്രിയപ്പെട്ട ആൻറ്റി അബോധാവസ്ഥയിൽ കിടക്കുകയാണ്. ഞാൻ അനുവിനോട് ചോദിച്ചു, മെയിൽ നേഴ്സായ അനന്തപുരിയിലെ സ്റ്റാഫായ അനുവിനോട് ചോദിച്ചു, എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങളുടെ മെഡിക്കൽ പരമായിട്ടുള്ള സാധ്യതകൾ, സാഹചര്യങ്ങൾ വെച്ച് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അനു എന്നെ അടുത്ത് കുറച്ചുകൂടി ഉയർന്ന അതുമായി മറുപടി പറയുവാൻ പറ്റുന്ന ഡോക്ടേഴ്സിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോകുവാനിടയായി. അവർ പറഞ്ഞത് മാനുഷികമായ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല. വെന്റിലേറ്റർ കട്ടായി കഴിഞ്ഞാൽ, വെന്റിലേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയായ സുബോധത്തോടെ മടങ്ങി വരുവാൻ സാധ്യതയില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഡോക്ടർമാരെല്ലാവരും ബേബി സരോജം ആൻറ്റി ജീവൻ നഷ്ടപ്പെട്ട് മരിച്ച് അനന്തപുരിയിൽ നിന്ന് ചേതനയറ്റ ശരീരത്തോടെ പുറത്തു വരും. അതായിരുന്നു ഡോക്ടർമാരുടെ റിപ്പോർട്ട്. ഞാനങ്ങനെ വളരെ വിഷണ്ണ മനസ്സനായിട്ട് പുറത്തേക്ക്, വെന്റിലേറ്ററിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ വരുമ്പോൾ ധൈര്യശാലിയായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജയപ്രകാശ് ബ്രദർ, ബേബി സരോജം ആൻറ്റിയുടെ മകൻ നിൽക്കുകയാണ്. സാധാരണ മരിക്കാൻ പോകുന്ന ഒരാളിൻ്റെ മകനെ കാണുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്? ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ മുഖത്ത് എൻ്റെ ദുഃഖഭാവമെല്ലാം എൻ്റെ ഫേസിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വളരെ സോഫ്റ്റായിട്ട് ജയപ്രകാശിൻ്റെ കയ്യിലോട്ട് പിടിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ആ ഫിംഗറിനെ, കൈവിരലുകളെ ചേർത്ത് പിടിച്ചിട്ട് ജയപ്രകാശ് അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ്, ഒരു അബണ്ടൻ സ്റ്റേറ്റ്മെൻറ്റ്, ഒരു എന്താ പറയുന്ന ഒരു ക്രിയേറ്റീവ് ഫെയ്ത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ജയപ്രകാശ് പറയുക, പാസ്റ്ററെ, എൻ്റെ അമ്മ മരിക്കത്തില്ല, എൻ്റെ അമ്മ ഈ വെന്റിലേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് ഐസുവിൻ്റെ പുറത്തും നടന്ന് ദൈവം കൊടുക്കുന്ന സൗഖ്യത്തിൻ്റെ സാക്ഷ്യവുമായിട്ട് ഇയ്യോബ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എല്ലാം നഷ്ടപ്പെട്ട ഇയ്യോബിന് ദൈവം ഇരട്ടി പങ്ക് കൊടുത്തതുപോലെ ദൈവം കൊടുക്കുന്ന സൗഖ്യവുമായിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുവാനിടയായി തീരും. സ്തോത്രം. വാസ്തവത്തിൽ ഞാൻ ഈ വേദിയിൽ ബ്രദർ ജയപ്രകാശിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. അത്ര ചോദ്യം ചെയ്യാത്ത ആഴമായ ഒരു ക്രിയേറ്റീവ് ഫെയ്ത്ത്
ജയപ്രകാശിൽ ഞാൻ കാണുവാനിടയെ തുറന്നു. ആ വിശ്വാസമാണ് ആ അനന്തപുരിയുടെ ഐസുവിൻ്റെ വാതിക്കൽ പ്രഖ്യാപിച്ച അദ്ദേഹത്തിൻ്റെ ഡിക്ലറേഷനാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമാണ് ഇന്ന് പ്രിയപ്പെട്ട മാതാവ് സൗഖ്യത്തോടെ ജീവനോടെ ഇവിടെ വരുവാനിടയായത്. അതുകൊണ്ട് ഇന്ന് ഈ വിശുദ്ധ ബൈബിൾ ഉയർത്തി ശാലേംപുരി ചർച്ചിൽ ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ നടന്ന ഈ വേദിയിൽ നമ്മുടെ പിതാക്കന്മാരിൽ കൂടി പ്രാർത്ഥനയുടെ മറുപടികൾ വെളിപ്പെടുത്തിയ ദൈവത്തിൻ്റെ നാമത്തിൽ ഉറക്കെ നമുക്ക് സഭയായി പറയാം, നമ്മുടെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. നമ്മുടെ ദൈവം സൗഖ്യത്തിന്റെ ദൈവമാണ്. നമ്മുടെ ദൈവം വിടുവിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ എന്നും ജീവിക്കുന്ന ദൈവമാണ്. ആ വിശ്വാസം നമ്മുടെ മുൻപോട്ടുള്ള യാത്രയ്ക്ക് കരുത്താകട്ടെ, പ്രചോദനമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഐസിയുയിൽ കടന്നപ്പോൾ പ്രിയപ്പെട്ട ആൻറ്റി സ്വപ്നത്തിൽ എന്നെയും കണ്ടു എന്ന് പറയുന്നു. അതിലൊരുപാട് സന്തോഷം. അതും എനിക്ക് വലിയ സന്തോഷം. ഒരാൾ സ്വപ്നത്തിലൊക്കെ ഐസി കിടക്കാൻ കണ്ടല്ലോ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പുസ്തകങ്ങളൊക്കെയും വളരെ അനുഗ്രഹമാണ്. നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ നിസ്സാരമായിട്ട് കാണാറുണ്ട്. ഞാൻ പല പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഞാൻ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എഴുതിയ പുസ്തകങ്ങളുമായിട്ട് ബന്ധമുണ്ടെങ്കിലും ഒരു അനുഭവം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. സൗദി അറേബ്യയിൽ ഒരു സഹോദരൻ സാമ്പത്തികമായി അദ്ദേഹത്തിൻ്റെ ബിസിനസ് തകർന്നു, എല്ലാം നഷ്ടപ്പെട്ട ഭാര്യയും അദ്ദേഹം കൂടി സൈനൈഡ് കഴിച്ച് മരിക്കാൻ തീരുമാനമെടുത്ത് അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുക്കൽ ഒരു വലിയ തുക കടം വാങ്ങിക്കാൻ വേണ്ടി, കടം കിട്ടുമോ എന്നറിയാൻ വേണ്ടി അദ്ദേഹവും ഭാര്യയും കൂടി വണ്ടി ഓടിച്ച് ഏകദേശം 3 മണിക്കൂർ വണ്ടി ഓടിച്ച് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അടുക്കൽ ചെന്നു. കൂട്ടുകാരനെ കാണാൻ പോയപ്പോൾ കൂട്ടുകാരൻ അവിടെ ഇല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ. നല്ല പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയാണ്. വിഷയങ്ങളൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇദ്ദേഹം അന്വേഷിച്ചു പോയ ആൾ ഔട്ട് ഓഫ് സ്റ്റേഷനാണ്, വേറെ രാജ്യത്താണ് വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇവർ പെട്ടെന്ന് ആ കാശ് ചോദിക്കാനും പറ്റിയില്ല. നിരാശയോടെ വീട്ടിൽ വന്ന് രണ്ടുപേരും സൈനൈഡ് കഴിച്ച് മരിക്കാമെന്നുള്ള ചിന്തയിൽ ഇങ്ങോട്ട് മടങ്ങി വരുവാൻ തീരുമാനമെടുക്കുമ്പോൾ ഞാൻ എഴുതിയ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കാമെന്ന പുസ്തകം ആ വീട്ടിലെ സഹോദരി എടുത്തിട്ട് കുറഞ്ഞു. തിരുവനന്തപുരത്തുള്ള ഒരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പ്രാർത്ഥനയും ഒക്കെ ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു. ആ ദൈവദാസൻ എഴുതിയൊരു പുസ്തകം ഞാൻ വായിച്ചു. ബ്രദർ, താങ്കൾക്കും പ്രയോജനപ്പെടുമെന്ന് പറഞ്ഞ് ആ പുസ്തകം ആ വീട്ടിലെ സഹോദരി എടുത്തു കൊടുക്കുവാനിടയായി. മരിക്കാൻ തീരുമാനിച്ച് ഇവർ രണ്ടുപേരും കൂടി യാത്ര ചെയ്തൊരു പാർക്കിൽ വന്നിരുന്ന ഈ പുസ്തകം അങ്ങനെ അവസാനമായിട്ട് വായിക്കാമെന്നുള്ള ചിന്തയിൽ ആ പുസ്തകം വായിക്കാനിടയായി. വളരെ സന്തോഷത്തോടെ ദൈവത്തിനെല്ലാം മഹത്വം കൊടുത്ത് ഞാൻ പറയട്ടെ, കത്തോലിക്ക വിശ്വാസികളായിരുന്ന അവർ ആ പുസ്തക വായനയിലൂടെ അവർ മരിക്കണ്ട, ജീവിക്കണം എന്നൊരു തീരുമാനത്തിലെത്തി. അവർ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു. അവർ രണ്ടുപേരെയും സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി അവരോടൊരുമിച്ച് കൂട്ടായ്മ ആചരിപ്പാൻ കർത്താവ് എനിക്ക് അവസരം നൽകി തരുവാനിടയായി. വചനം പറയുന്നു, ഒരാത്മാവിൻ്റെ വില ഭൂലോകത്തെക്കാൾ വിലയേറിയതാണ്. നമുക്ക് ചിലപ്പോൾ ചിലത് ചെറുതായി തോന്നിയാലോ ദൈവത്തിന് അനാദികാല നിത്യതയിൽ മറഞ്ഞിരിക്കുന്ന ഉന്നതമായ പദ്ധതികളുണ്ട്. പ്രിയപ്പെട്ട ബേബി സരോജമാൻ്റെ എഴുതിയ പുസ്തകം ഇത് ആയിരങ്ങളുടെ രക്ഷയ്ക്ക്, ആശ്വാസത്തിന്, സമാധാനത്തിന്, ദൈവകൃപയിലേക്ക് നയിക്കുന്നതിന് ഇതുപോലെ കാരണമാകട്ടെ എന്ന് ഹൃദയം തുറന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം എല്ലാ അനുഗ്രഹ ആശീർവാദങ്ങൾ നൽകട്ടെ. ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നമ്മുടെ ജനറൽ സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രിയ ഷൈജുവുമായിട്ടുള്ള കൂട്ടായ്മയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം പ്രാരംഭമായി നമ്മുടെ കണ്ണുകളെ ഒന്ന് ദൈവസന്നിധിയിൽ അടയ്ക്കാം. ആ കരങ്ങളെ രണ്ടും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമ്പത്ത് നമ്മുടെ യേശു മാത്രമാണ്. പ്രിയപ്പെട്ട ആൻറ്റിക്ക് ദൈവം കൊടുത്ത സൗഖ്യം, പ്രിയപ്പെട്ടവളെ ദൈവം നടത്തുന്നതാ. ദൈവത്തിൻ്റെ കരുതലുകൾ അനവധി പേർക്ക് ആശ്വാസത്തിനും അനുഗ്രഹത്തിനും കാരണമായി തീരുവാൻ നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ കരങ്ങളെ ഉയർത്തി അമ്മേ സ്തോത്ര ദൈവസന്നിധാനത്തിങ്ങൾ പ്രിയ സഹോദരനോട് ചേർന്ന് നമുക്ക് പാടാം. എൻ്റെ യേശു മാത്രമാണ് എൻ്റെ സമ്പത്ത്, എല്ലാം അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാണ്. യേശുവേ, നീ അല്ലാതെ എനിക്കൊന്നുമില്ല. നീയാണ് എൻ്റെ പാപമോചകൻ, നീയാണ് എൻ്റെ രക്ഷകൻ, നീയാണ് എൻ്റെ സൗഖ്യദായകൻ, നീയാണ് എൻ്റെ കരുതൽ, നീയാണ് എൻ്റെ കോട്ട. യേശു മാത്രം എൻ്റെ സമ്പത്ത്. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു
ചൊല്ലുവാൻ വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വിണ്ണുയർത്തവൻ വാനലോകമതിൽ ചെന്നും സാധുവെന്നെ ഓർത്തു നിത്യം താതനോട് യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നു യേശു മാത്രം സമ്പത്താകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകം പ്രാർത്ഥിച്ച് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ ശാലേംപുരി ചർച്ചിൻ്റെ പുൽപ്പിറ്റിൽ ദൈവനാമത്തിൽ ഞാൻ ചോദിക്കുന്നു, ആരെങ്കിലും തകരപ്പെട്ടവരായി മനക്ലേശത്തോടെ എൻ്റെ ജീവിതം കൊണ്ട് ഇനി എന്തർത്ഥമാണുള്ളത്, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടുന്നില്ലല്ലോ, ഞാൻ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്, എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എത്ര നാൾ കൂടി ഇങ്ങനെ മുന്നോട്ട് പോകും, ബൈബിളിൻ്റെ ഭാഷയിൽ പുകയത്തു വച്ച തുരുത്തി പോലെ തോരാത്ത കണ്ണുനീരുകളുമായിട്ട് ആരെങ്കിലും ഈ വിശുദ്ധ സഭായോഗത്തിൽ ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടോ? യേശു പറയുന്നു, എൻ്റെ കുഞ്ഞെ, ഞാൻ നിൻ്റെ സമ്പത്താണ്. അസാധ്യമായി തോന്നുന്ന കാര്യങ്ങളെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവം 4-ാം ദിവസം ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ലാസറേ പുറത്തു വരിക എന്ന അധികാരത്തിൻ്റെ ശബ്ദത്തോടെ ജീവനിലേക്ക് കൊണ്ടുവന്ന കർത്താവ് ഇന്ന് പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കാൻ കഴിവുള്ള ദൈവമാണ്. ഏതെങ്കിലും രോഗത്തിന് പരിഹാരമില്ലാത്തവരുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ഇന്ന് സൗഖ്യം തരുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ കുടുംബം തകർന്നിരിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളുടെ ചില പ്രാർത്ഥനകൾക്കും ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾക്കും കാലതാമസം നേരിട്ടിട്ട് അതിൽ നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണോ? നിങ്ങൾക്ക് വേണ്ടി ഒരു പുതിയ വഴി തുറക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി തുറക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ നാവിൽ മരണവും ജീവനും ഇരിക്കുന്നു. അനന്തപുരി ആശുപത്രിയുടെ ICU യൂണിറ്റിൻ്റെ വാതിക്കൽ പ്രിയപ്പെട്ട ബേബി സരോജമാൻറ്റിയുടെ മകൻ ജയപ്രകാശ് പറഞ്ഞു, എൻ്റെ അമ്മ മരിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കുന്നില്ല. എൻ്റെ അമ്മയ്ക്കിന് ചില മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂവെന്ന് ഈ വെന്റിലേറ്റർ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഇല്ല, എൻ്റെ മാതാവ് ജീവിച്ച് ദൈവസഭയുടെ മുമ്പിൽ യോബിന് സകലതും മടക്കി കിട്ടിയതുപോലെ മടക്കി കിട്ടുമെന്ന് ആ പ്രിയപ്പെട്ടവൻ പ്രഖ്യാപിച്ചതുപോലെ, ആ അനുഗ്രഹീതമായ വാക്കുകൾ ജീവനിലേക്ക് നയിച്ചതുപോലെ ദൈവത്തിൻ്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറക്കട്ടെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ സഭയായ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. ഈ അനുഗ്രഹീത നിമിഷം സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞു രക്ഷ പ്രാപിച്ചു കൊള്ളുവീനെന്നുള്ള അങ്ങയുടെ വചനത്തെ ഞങ്ങൾ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട മാതാവ് എഴുതിയ പുസ്തകം ലോകരാജ്യങ്ങളിലെത്തട്ടെ, പല ഭാഷകളിൽ ഇത് പ്രസിദ്ധീകരിക്കട്ടെ. ഇത് അനവധി പേരുടെ ഹൃദയത്തിന് തണുപ്പും ആശ്വാസവും കരുത്തുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഔദ്യോഗികമായിട്ട് ഈ പുസ്തകം ഞാൻ പ്രകാശനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അതിമനോഹരമായിട്ടാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. ദരിദ്രരെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവമെന്ന ആദ്യ ഭാഗം പ്രിയപ്പെട്ട രജനി ആൻ്റിയുടെ പിതാവ് ഈ പുസ്തകത്തിൻ്റെ രചന നിർവഹിച്ചു. കർത്താവിൻ്റെ ദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. ആ ദൈവമനുഷ്യനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം പരിഷ്കരിച്ച പതിപ്പായിട്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുവാൻ അവസരമൊരുക്കി. ഇതിനു വേണ്ട നടപടിക്രമങ്ങളിൽ ഒരുപാട് പേര് ഭാഗമായി ഒരു പുസ്തകം ഉണ്ടാകണമെങ്കിൽ ഞാൻ പുസ്തകരചനകൾ നടത്തുന്നതുകൊണ്ട് എനിക്കറിയാം അതിന് വളരെ സമയം, സമർപ്പണം, പണം ഇതൊക്കെ വേണം. നന്നായിട്ട് അത് ക്രമീകരിച്ചു അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധാരണ ഇന്ന് വ്യത്യസ്തമായ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പോകുകയാണ്. പ്രിയപ്പെട്ട ബേബി സരോജമാൻ്റെയും അവരുടെ മക്കൾ, ഇപ്പോൾ കൊച്ചുമക്കൾ ഉള്ളവരെല്ലാം ദയവായിട്ട് ഇവിടെ വന്നാട്ടെ. ഞാൻ അനിത ടീച്ചറിനെയും കൂടെ വിളിക്കുകയാണ്. അനിത ടീച്ചർ ഇതിൻ്റെ ഭാഗമായിരുന്നു. രജനി ആൻറ്റി, പ്ലീസ് കം. നിങ്ങളും കൂടെ വന്നാട്ടെ, ദയവായിട്ട് ഇവിടെ വന്നാട്ടെ. ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, നമ്മുടെ ജനറൽ സെക്രട്ടറി, അവർ രണ്ടുപേരും കൂടി ഈ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് ചേർന്ന് വാങ്ങിക്കുന്നതായിരിക്കും. അങ്ങനെയാണ് പുസ്തകം ഡെഡിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പ്ലീസ്.
യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്ന് തലക്കെട്ടോടുകൂടി എഴുതിയ ഈ പുസ്തകത്തെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ദൈവസഭയുടെ മുമ്പാകെ ഇൻ്റർനാഷണൽ സയൻസ് പള്ളിയുടെ പബ്ലിക്കേഷൻ വിഭാഗമായി ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാണ്. ഈ പുസ്തക പ്രകാശനത്തിന് വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദൈവം ഈ സംരംഭത്തെ വളർത്തട്ടെ, വലുതാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ബ്രദർ ജയപ്രകാശ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളാണ് അവരെ മരണത്തിൽ നിന്ന് വീണ്ടും ജീവനിലേക്ക് കൊണ്ടുവന്നത് എന്ന് വളരെ ഉറപ്പോടെ പറയാൻ പറ്റും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എനിക്ക് തോന്നുന്നു ഒരു ദിവസം അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, വളരെ ക്രിട്ടിക്കലാണ്, പോയി എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വീട്ടിലാണ്. അദ്ദേഹം പറഞ്ഞത്, ഞാൻ എൻ്റെ വിശ്വാസപ്രകാരം സാധാരണ ഇത് കേട്ട് കഴിഞ്ഞാൽ ഒരാൾ വെപ്രാളത്തോടെ ഓടിപ്പോകേണ്ടതാണ്. എന്നാൽ അദ്ദേഹം ഇരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇരുന്ന് കഴിച്ച് തീർത്തതിന് ശേഷം അതുവരെ ചെയ്യാത്തതുപോലെ ഷർട്ടെല്ലാം അയൺ ചെയ്ത് നല്ല റെഡിയായിട്ട് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി. കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ഒരു പിശാചിനും അനുവാദം കൊടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ! അത്രമാത്രം വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ ഓരോ സമയവും ആരെ കണ്ടാലും അദ്ദേഹം വിളിച്ചു പറയുമായിരുന്നു. അതൊരു വലിയ കാര്യമാണ്. നമ്മളിവിടെ പല സമയങ്ങളിലും പറയുന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങളും നമ്മുടെ നാവ് കൊണ്ട് പറയുന്നതെല്ലാം നമ്മുടെ വിടുതലിനും അനുഗ്രഹത്തിനും വളർച്ചയ്ക്കും കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഹല്ലേലൂയ! അതുപോലെ തന്നെ ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ശാലേംപുരി സഭയുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു മനുഷ്യനിവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം 72 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 72ഓളം വർഷങ്ങൾക്ക് മുമ്പ് നന്ദൻകോട് ഭാഗത്ത് താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശവശരീരത്തെ മരിച്ചിട്ടെന്ന്, അദ്ദേഹം കുഞ്ഞാണ്, കൈക്കുഞ്ഞായിട്ട് മരിച്ച ശവശരീരത്തെ അവിടെ നിന്ന് യാത്ര ചെയ്ത് 72 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ യാത്ര ചെയ്തിട്ട് എത്തണമെങ്കിൽ എത്ര മണിക്കൂർ എടുത്തു കാണുമെന്ന് നിങ്ങൾക്കറിയാം. അവിടെ നിന്ന് ആ ശവശരീരത്തെ കൊണ്ടുവന്ന് ഈ ചർച്ചിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഉയർപ്പിച്ചതാണ് നമ്മുടെ ധർമാംഗലിനെ. ഇന്ന് 73-ലധികം വയസ്സോടെ അദ്ദേഹം ജീവനോടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ! ഹല്ലേലൂയ! യേശു ഇന്നും ജീവിക്കുന്നു എന്ന് പറയാനും യേശു ഇന്ന് മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറയാനും ഇതിലധികം തെളിവുകൾ നമുക്ക് കാണത്തക്ക നിലവാരത്തിൽ വേറെ ആവശ്യമില്ല. ദൈവം ഇന്നും മരിച്ചവരെ ഉയർപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ! ഇനിയും ശാലേംപുരി സഭയുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നടക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള വലിയ വിശ്വാസത്തോടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ! ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനുള്ള സമയങ്ങളാണ്. അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി ശാലേംപുരി ചർച്ചിൻ്റെ സെക്രട്ടറി ബ്രദർ ജസ്റ്റിൻ ജാനേഷൻ. ഹല്ലേലൂയ! 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 വളരെ സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചു. അനുഗ്രഹം നിറഞ്ഞ ഒരു സഭാരാധന നമുക്ക് കൂടി. തുടർന്നായിട്ട് പ്രിയ മാതാവ് ഇറക്കിയ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രകാശന കർമ്മമായിട്ട് ദൈവസന്നിധിയിൽ കൂടുതലായിട്ടായിരിക്കാൻ ദൈവം സഹായിച്ചു. തുടർന്ന് ആശംസ അറിയിക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ചില പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ആദ്യമായിട്ട് നമ്മുടെ അനിത ടീച്ചർ മുന്നോട്ട് വന്ന് ആശംസ അറിയിക്കുന്നതായിരിക്കും. അതിനായിട്ട് പ്രിയ ടീച്ചറിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചോളും. ദൈവകൃപയാൽ എനിക്ക് നിങ്ങളുടെ ഈ സ്പെഷ്യൽ മീറ്റിങ്ങിൽ വരുവാൻ സന്തോഷത്തോടെ ആയിരിക്കാൻ കർത്താവ് ഒരു അവസരം തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് നൽകുന്നു. അതിനിടയാക്കിയ ബേബി ആൻറ്റിക്കും ജയപ്രകാശ് ബ്രദറിനും രജനി ആൻറ്റിക്കും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ രോഗിയായിരുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർക്കും കുടുംബത്തിനും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. സഭ എഴുന്നേറ്റ് നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഞാൻ അറിഞ്ഞു.
അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഫലമാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ കൈ കണ്ട് കടയിലുള്ളവരും ചോദിക്കും കയ്യിൽ എന്താണെന്ന്. അലർജി ആയിരുന്നു, ദേഹം മുഴുവനും ഇങ്ങനെ ചുമന്ന് തണുത്ത് എനിക്ക് സൺലൈറ്റ് സൂര്യപ്രകാശം അടിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച നിങ്ങൾക്ക് നന്ദി. കടയിൽ പോയാലും കടക്കാരൻ ചോദിക്കുക എന്നെ പരിചയമില്ലാത്ത ആൻറ്റി കയ്യിലെന്തോന്ന്. പക്ഷേ ഇന്ന് എൻ്റെ കൈ കണ്ടാൽ ഹല്ലേലൂയ, എല്ലാ മഹത്വവും കർത്താവിന്, എല്ലാ നന്ദിയും ദൈവത്തിന് നൽകുന്നു. ഹല്ലേലൂയ. ഞാനും എനിക്ക് ഈ സംരംഭത്തിൽ ഭാഗമാക്കാൻ ദൈവം കൃപ ചെയ്തു. പ്രിയ ആൻറ്റിയെ 50 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കറിയാം. ഞാനന്ന് രക്ഷിക്കപ്പെട്ടില്ല. ഞാൻ 39 വർഷമായുള്ളൂ. മാർച്ച് 2, 1986 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വാർത്ത, ഈ ബുക്ക് ഞാൻ 2 പ്രാവശ്യമല്ല എത്ര പ്രാവശ്യം വായിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, തർജ്ജിമ ചെയ്യണമുണ്ട്. പിന്നെ 50 വർഷങ്ങൾക്ക് മുമ്പ് ആൻറ്റിയെക്കുറിച്ച് ഞാനൊരു വാർത്ത കേട്ടു. അന്ന് ഞാൻ ഈ രക്ഷയിലൊന്നുമില്ല, CSI സഭയിലാണ്, ഞങ്ങളുടെ അയൽവക്കമാണ്. ഇതറിയാൻ വേണ്ടി ഇത് ശരിയാണോ എന്നറിയാൻ ഞാൻ പോയപ്പോൾ ഭാഗ്യത്തിന് ആൻറ്റി വെളിയിൽ നിൽക്കുന്നു. ആൻറ്റിയോട് ഞാൻ ചോദിച്ചു, ആൻറ്റിയുടെ വീട്ടിലെന്ന് കോഴി മോഷണം പോയെന്നറിഞ്ഞു. തന്നെ അമ്മണി പോയി, എന്നിട്ട് അത് തിരിച്ചു കിട്ടിയോ? അത് തിരിച്ചു കിട്ടി. രാത്രി മുഴുവനും ഞാൻ പ്രാർത്ഥിച്ചു. ഞാനിങ്ങനെ അതിശയത്തോടെ നോക്കുകയാണ്, ദൈവമേ ഇങ്ങനെയുണ്ടോ? ഒരു കള്ളൻ കോഴിയെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ട് വിടുമോ? എന്നോട് പറയാണ് രാത്രി മുഴുവനും പ്രാർത്ഥിച്ചു, രാവിലെ നോക്കിയപ്പോൾ അതിനെ തിരിച്ചു കൊണ്ട് കൊടുത്തു എന്ന്. ഹല്ലേലൂയ. ഞാൻ ആ ബൈബിളിലെ വാക്യമാണ് ഓർത്തു പോയത്. മത്തായി 15:28 സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. ആ വലിയ വിശ്വാസമാണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ വിശ്വാസം 1 പത്രോസ് 1:7 പറയുന്നു, പൊന്നിനേക്കാൾ സ്വർണത്തെക്കാൾ വിലയേറിയത്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്കെല്ലാം പ്രതികൂലങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഈ വിശ്വാസത്തിൽ നിലനിൽക്കണം. അതുപോലെ പ്രിയ ജയപ്രകാശ് ബ്രദറിനെയും മക്കളെയും ഈ വിശ്വാസം പഠിപ്പിച്ചു. 1 തീമോഥെയോസിൽ പറയുന്നു 2:15 നിൻ്റെ വല്യമ്മയിലും ലോയിസിലും അതുപോലെ കൊച്ചുമക്കളിൽ വരെ വിശ്വാസം പഠിപ്പിച്ചു. എനിക്കതാണ് പറയാനുള്ളത്. ജയപ്രകാശ് ബ്രദറിൻ്റെ വിശ്വാസം മക്കൾക്കും പകർന്നു കൊടുത്തു. ആ മാതാവ് ബേബി ആൻറ്റി മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുത്തു, കൊച്ചുമക്കൾക്ക് പകർന്നു കൊടുത്തു. ഞാൻ ആ വീട്ടിലെ ആരാധനയ്ക്ക് പോകുമ്പോൾ എവിടെന്നോ എത്ര ചെറുപ്പക്കാർ അവിടെ വന്നെന്നറിയാമോ? പ്രിയ കൊച്ചുമകൻ, ജയപ്രകാശിൻ്റെ മകൻ, ബ്രദറിൻ്റെ മകൻ ക്ഷണിച്ചിട്ട് വന്നതാണ്. ഹൈന്ദവരാണ്. എനിക്കതാണ് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള. കോളേജിൽ പഠിക്കുന്നവർ, സ്കൂളിൽ പഠിക്കുന്നവർ, കൂട്ടുകാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവരെ ക്ഷണിക്കണം. ഇതുപോലെ ഭവന മീറ്റിങ്ങിന് ക്ഷണിക്കണം. ശരിക്കും ഭവന മീറ്റിംഗ് വെക്കുമ്പം നമ്മുടെ സഭക്കാരെ മാത്രമല്ല മറ്റുള്ളവരെയാണ് ക്ഷണിക്കാൻ. ഞങ്ങൾ ഭവന പ്രാർത്ഥന ആദ്യം വെച്ചപ്പോൾ 1998 തൊട്ടടുത്തുള്ളവരെ വിളിച്ചു. അവരെല്ലാവരും വന്നു. അവരാരും രക്ഷിക്കപ്പെട്ടതല്ല. ഇന്ന് നിങ്ങളവിടെ പോയി നോക്കിയാൽ കഴിഞ്ഞ 26 വർഷങ്ങളായി അയൽക്കാർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവം കൃപ ചെയ്തു. അവിടെ ഒരു ഫാമിലിയേ ഉള്ളൂ, ബാക്കി എല്ലാവരും സ്നാനപ്പെട്ടു, രക്ഷിക്കപ്പെട്ടു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, കോളേജിൽ കുട്ടികളോട് പറയണം, യേശുവിനെക്കുറിച്ച് പറയണം. പറയാതെ എങ്ങനെ അവരറിയും? അതിന് സന്ദർഭം കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ വരാനും ദൈവം കൃപ ചെയ്തു. പ്രിയ ആൻറ്റി പ്രാർത്ഥിച്ചു, അതിനായി നന്ദി പറയുന്നു. അതുപോലെ എന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാത്തിനും നന്ദി. പ്രിയ നമ്മുടെ വൈസ് പ്രസിഡൻറ്റ് സതീഷ് പാസ്റ്റർ, എല്ലാവർക്കും നന്ദി പറയാണ്. അതുപോലെ കുഞ്ഞുങ്ങളോട് പറയട്ടെ, ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നു. എന്നെ ഒരു മിഷണറി, ഞങ്ങളെ കുടുംബമായി വിളിച്ചു, ഒരു മിഷണറി മീറ്റിങ്ങിന് കിട്ടിയതാണിത്. ഇത് എനിക്ക് തന്നത് യാത്ര ചെയ്യുമ്പം ട്രെയിനിലുള്ളവർക്ക് കൊടുക്കാൻ വാക്യമാണിത്. കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ മലയാളത്തിൽ. ഹല്ലേലൂയ. ഞാൻ ഇത് കൊണ്ടുവന്ന 2-3 എണ്ണേ ഉള്ളൂ. ഞാൻ ട്രെയിനിൽ എല്ലാവർക്കും കൊടുക്കും. ട്രെയിനിൽ അടുത്തിരിക്കുന്നവരോട് സംസാരിച്ചിട്ട് കൊടുക്കും. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ദൈവവേല ചെയ്യാമെന്നാണ് കൂട്ടുകാരികളോട് പറയാം. ഞങ്ങളുടെ അവിടെ ക്രൈസ്റ്റ് കോളേജിലാണ് മകളുടെ മകൾ പഠിക്കുന്നത്. അവളുടെ ക്ലാസ്സിലുള്ളത് ഉത്തരാഖണ്ഡിൽ അവളെ കൂട്ടുകാരി സാക്ഷി എന്നാണ് പേര്, ഹിന്ദുവാണ്. അവളുടെ പേര് സാക്ഷി, ഉത്തരാഖണ്ഡിലുള്ള കുട്ടി. അവൾ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ശനിയാഴ്ചയാണ് വന്നത്. MA വർഗീസ് പാസ്റ്ററുടെ പള്ളിയിൽ കൊണ്ടുപോയി. അവൾക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷ് ആരാധനയ്ക്ക് കൊണ്ടുപോയി. അവൾക്ക് ഇഷ്ടപ്പെട്ടു, ആ ആരാധന ഇഷ്ടപ്പെട്ടു, മെസ്സേജ് ഇഷ്ടപ്പെട്ടു. ഞാനിത് എന്തിനെടുത്തുകൊണ്ട് വന്നെന്ന് ചോദിച്ചാൽ, ഇവാഞ്ചലിസം ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർക്കും കോളേജിൽ പഠിക്കുന്നവർക്കും ഇത് മലയാള വാക്യം. അവിടെ പഞ്ചാബിലും ബീഹാറിലും പോകുമ്പോൾ അവർ ഹിന്ദിയിലാണ്. ഇപ്പോൾ ഒരു മിഷണറി മീറ്റിംഗ് നടത്തിയപ്പോൾ ഞങ്ങൾ 2 പേരെ അവിടെ വിളിച്ചു. അവർ ഞങ്ങൾക്ക് തന്നതാണ്.
അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ദൈവവേല ചെയ്യാം. കർത്താവിൻ്റെ വരവേറ്റവും അടുത്തു. അതുകൊണ്ട് കൊച്ചുമക്കളും മക്കളും നമ്മുടെ ബേബി ആൻറ്റിയുടെ കുടുംബത്തിലെ എല്ലാവരും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടട്ടെ. ഇനി ആൻറ്റിയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ടോ, 2-3 എണ്ണേ ഉള്ളൂ, ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ അവരുടെ ഭാഷയിൽ ഇത് അച്ചടിച്ച് ദൈവാത്മാവിനോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തുകൊണ്ട് വന്നത്. ഞാൻ വിചാരിച്ചത് കാണിക്കണോ, കർത്താവ് പറഞ്ഞ് കാണിക്കണം, നമുക്കിനി അന്ത്യകാലത്ത് ഇതേ പറ്റൂ, അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കും. അവരിത് കാണുമ്പോൾ ഭയങ്കര ആകർഷണമാണ്. അത് വാങ്ങിച്ച് വാക്യം വായിക്കും. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആശംസാ പ്രസംഗത്തിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. ഗോഡ് ബ്ലെസ് യു ആൻഡ് ബ്ലെസ് യു. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റും അതുപോലെ നമ്മുടെ പഞ്ചായത്ത് പ്രതിനിധീകരിച്ച് നമ്മുടെ സകലവിധമാകുന്ന പ്രാദേശിക എല്ലാ കാര്യങ്ങൾക്കും കൂടെ നിന്ന് ഒരു ജ്യേഷ്ഠനെ പോലെ എല്ലാ കാര്യങ്ങൾക്കും കടന്നു വന്ന് പ്രവർത്തിക്കുന്ന പ്രിയ ശ്രീകുമാറണ്ണൻ അവരെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും വളരെ മനോഹരമായ സന്തോഷകരമായ ഇന്നത്തെ പ്രഭാതത്തിൽ ഇവിടെ എത്തുവാനും എല്ലാവരെയും കാണുവാനും കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ പങ്കുവയ്ക്കുന്നു. പ്രിയപ്പെട്ട ബേബി സരോജം സഹോദരി, അതുപോലെ തന്നെ നമ്മുടെ പാസ്റ്റർമാർ, മറ്റ് സഭാവിശ്വാസികൾ, ബേബി സരോജം സഹോദരിയുടെ കുടുംബാംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ട നാട്ടുകാർ, പ്രിയമുള്ള മാതാപിതാക്കൾ, ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ആദ്യമായി ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്കെന്ന ഈ പുസ്തകം, അതുപോലെ തന്നെ നേരത്തെ ഇറങ്ങിയ പുസ്തകത്തിൻ്റെ 2ാം പതിപ്പ് അതുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വളരെ മനോഹരമായി ഇതിനകത്ത് കാര്യങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വളരെ സന്തോഷഭരിതമായ ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹ ജീവിതത്തിന് ശേഷം മറ്റൊരു ദേശത്ത് നമ്മുടെ നാട്ടിലേക്ക് വരികയും ഇവിടെ ഒരു കുടുംബിനിയാവുകയും തന്നെ 2 മക്കൾക്ക് ജന്മം നൽകി അവരെല്ലാം അധ്വാനിച്ച് എന്തെങ്കിലും ഒരു വരുമാനം വീട്ടിൽ കൊണ്ടുവരുന്നവർ ഉള്ള കാലഘട്ടം വളരെ കഷ്ടതയോടും ദുരിതത്തോടും കൂടി കഴിഞ്ഞിരുന്ന ഒരു കുടുംബമായിരുന്നു. അപ്പോൾ തൻ്റെ ബാല്യകാലം മുതൽ വിവാഹ ജീവിതാനന്തരമുണ്ടായ കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും, അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിക്കുന്ന മഹാസൗഭാഗ്യങ്ങൾ എന്ന് തന്നെ പറയാം, മഹാസൗഭാഗ്യങ്ങൾ, ഇതെല്ലാം എങ്ങനെ ഉണ്ടായി എന്ന് വളരെ വേദനയോടുകൂടി ഈ പുസ്തകത്തിനകത്ത് പ്രതിപാദിക്കപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ള ഈ പുസ്തകം ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ നമുക്കറിയുന്ന എല്ലാവരുടെയും കൈകളിലേക്ക് എത്തിക്കുവാനും എല്ലാവരും ഇത് വായിക്കുവാനും ബേബി സരോജം ആൻറ്റിയുടെയും കുടുംബത്തിൻ്റെയും ജീവിതം അതൊരു മാതൃകയാക്കി തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുവാനും കഴിയട്ടെ എന്നാണ് ഈ പ്രകാശനവേള, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനവേളയിൽ ഇത് ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്ക് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. 2, വളരെ കഷ്ടതയിലാണ് ആ കുടുംബം ജീവിച്ചത്. അവർക്ക് ആ കഷ്ടതയൊക്കെ മാറ്റിയെടുക്കാൻ അവരെ സഹായിച്ച അവരുടെ വിശ്വാസ പ്രമാണത്തോടൊപ്പം തന്നെ അവർ ജന്മം നൽകിയ 2 മക്കളും ആ മക്കളിലൂടെ കിട്ടിയ 2 മരുമക്കളും ചെറുമക്കളും എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ വളരെ വിരളമാണ്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിത രീതി നമ്മുടെ മക്കളെ പഠിപ്പിക്കുകയും സമൂഹത്തെ അറിയുവാനും കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കുവാനും മറ്റുള്ളവരെ സഹായിക്കാനും കഴിയുന്ന മനസ്സുള്ളവരായി നമ്മുടെ മക്കളെ മാറ്റിയെടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സമീപ ഭാവിയിൽ കേരളം വലിയൊരു വെല്ലുവിളി നേരിടാൻ പോകുന്നു. 2030 ആകുമ്പോൾ നമ്മൾ കേരളത്തിലെ ജനസംഖ്യയുടെ 25%, അതായത് 100 ആളുകളെടുത്താൽ 25 ആളുകൾ പ്രായമുള്ള ആളുകളാണ്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ പ്രായമുള്ള ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കഴിയുന്തോറും കൂടി വരികയാണ്. മുമ്പൊക്കെ മനുഷ്യൻ്റെ ആയുസ് എന്ന് പറയുന്നത് മാക്സിമം 60 വയസ്സൊക്കെ ആയിരുന്നു. പക്ഷെ ആരോഗ്യരംഗത്തുണ്ടായ നേട്ടങ്ങളുടെ ഭാഗമായി മനുഷ്യൻ്റെ ആയുസ് വർദ്ധിക്കുന്നു.
ഇപ്പോൾ പറയുന്നത് യുവത്വം എന്ന് പറയുന്നത് 60-70 വയസ്സ് വരെയൊക്കെ ഉണ്ടെന്നാണ്. 80 വയസ്സിന് ശേഷമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. നമ്മളൊരു 50 വയസ്സ് കഴിയുമ്പോഴേ ഒരു 55 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ പറഞ്ഞു, മുമ്പ് 55 വയസ്സാണ്, കാര്യം പെൻഷൻ പറ്റുന്നത് 55 വയസ്സിലാണ്. 55 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രായമായി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ പിന്നെയാണ് അവരുടെ ജീവിതാനുഭവങ്ങളെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും വളരെ ആക്റ്റീവായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്നത്. അതുവരെ ജോലിഭാരവും മറ്റു കാര്യങ്ങളും ചിന്തകളുമാണ്. പക്ഷേ നമ്മുടെ പൊതുവെയുള്ളൊരു ധാരണ 55 വയസ്സൊക്കെ കഴിഞ്ഞ്, ഇപ്പോൾ അത് 56 ആയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാവരും കൂടെ പൊതുവെ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് 60 കഴിഞ്ഞാൽ പിന്നെ വലിയ ഉപയോഗമൊന്നുമില്ലെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള ആളുകളാണ് ഈ നാടിൻ്റെ സമ്പത്തെന്ന് പറയുന്നത്. നമ്മുടെ ഈ ലോകത്ത് നമ്മളിന്ന് കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കിയത് അവരാണ്. നമ്മളാരും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളെല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ അല്ലേ? കുന്നുകളായാലും മലകളായാലും പുഴകളായാലും നദികളായാലും നമ്മുടെ വീട്ടുമുറ്റത്തേക്കുന്ന തെങ്ങ് വരെ ഓല വീഴും തേങ്ങ വീഴുമെന്ന് പറഞ്ഞ് വെട്ടിമുറിച്ച് നമ്മൾ മാറ്റുകയാണ്. നമുക്ക് നല്ല ഫലം തന്നുകൊണ്ടിരുന്ന നമ്മുടെ പൂർവികർ വെച്ച ഫലവൃക്ഷങ്ങൾ അതൊക്കെ നമ്മൾ അനുഭവിച്ചതാണ്. അതെല്ലാം നമ്മളിപ്പോൾ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ കരിയില വീഴാതിരിക്കാൻ, തൂക്കാതിരിക്കാൻ, ടെറസിൻ്റെ മുകളിൽ അട്ട കയറാതിരിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇതെല്ലാം നമ്മുടെ പൂർവികരുണ്ടാക്കിയതാണ്. അതിനെയൊക്കെ നമ്മൾ നശിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളിന്ന് അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഉണ്ടാക്കി തന്നവരാണ് മുതിർന്ന ആളുകളെന്ന്, നമ്മുടെ മാതാപിതാക്കളും ഗുരുജനങ്ങളും ആയ വയോജനങ്ങളെന്ന് പറയപ്പെടുന്ന ആളുകൾ. അത്തരം ആളുകളൊക്കെ ഇന്ന് അവരുടെ ജീവിതങ്ങളൊക്കെ വളരെ കഷ്ടപ്പാടാണ്. മെനിഞ്ഞാന്ന് രാത്രി 12 മണിയായപ്പോൾ ഞാൻ കൃപാതീരത്തിലൊരമ്മ മരണപ്പെട്ടു. പക്ഷേ ഭാഗ്യം, ആ അമ്മയെ ഉള്ള ബന്ധുക്കൾ രാത്രിയിൽ വിളിച്ചു പറഞ്ഞപ്പോൾ ഒന്ന് ഏറ്റുവാങ്ങിക്കൊണ്ടേ ബോഡി. ബഹുഭൂരിപക്ഷം ബോഡികളും ഞാൻ ഉൾപ്പെടെ കൊണ്ടുപോയി ആരുമില്ലാത്തവരായി സംസ്കരിക്കുന്നതാണ് നടക്കുന്നൊരു ചരിത്രം. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പൂർവികരെ, നമ്മുടെ മാതാപിതാക്കളെ, മുതിർന്ന ആളുകളെയൊക്കെ അവരുടെ അനുഭവം, അവരുടെ സമ്പത്ത്, അത് അനുഭവ സമ്പത്ത് അത് നമ്മൾ മനസ്സിലാക്കുവാനും അവരെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി ജീവിച്ചവരാണെന്നുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളവിടെയാണ് ഈ നിയമങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വയോജന കമ്മീഷൻ വന്നിട്ടുണ്ട്, വയോജന നയം വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പ്രായമായ ആളുകളെ നോക്കുന്നത് അവിടുത്തെ ഗവൺമെൻറ്റാണ്. ഇവിടെ നിന്ന് പോകുന്ന പല ആളുകളും ബിടെക്കും എംടെക്കും ഒക്കെ എടുത്ത് വിദേശത്ത് ജോലിക്ക് പോകുന്ന ആളുകൾ അവിടെ പോയി പഠനത്തോടൊപ്പം ചെയ്യുന്നത് കെയർ ഗിവേഴ്സ് ആണ്. അവിടുത്തെ നല്ല ശമ്പളമൊക്കെ കിട്ടും. കാര്യം പ്രായമായ ആളുകൾ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയല്ല, ഉത്തരവാദിത്വമാണ് അവരെ നോക്കുക എന്നുള്ളത്. അങ്ങനൊരു നിയമം നമ്മുടെ രാജ്യത്ത് വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാര്യം അങ്ങനൊരു നിയമം വരേണ്ടുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. പ്രായമുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു. ഞാൻ എൻ്റെ വിശദാംശങ്ങൾ പോകുന്നില്ല. എന്തായാലും വളരെ കഷ്ടതകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് എല്ലാം ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെയും ഏറ്റുവാങ്ങി അനുഭവസാക്ഷ്യം പറയുവാനും അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും മാതൃകാപരമായ കുടുംബങ്ങളായി ഈ സഭയിലും ഈ പരിസരത്തുമുള്ള ഓരോ കുടുംബങ്ങളും മാറാനും കഴിയുന്ന തരത്തിലൊരു പുസ്തക രചന നടത്തിയ ബേബി സരോജം ആൻറ്റിയെ ഈ അവസരത്തിൽ എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളും ആൻറ്റിക്കും കുടുംബത്തിനും നേർന്നുകൊണ്ട് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് എഡിറ്ററുണ്ട്, സാക്ഷ്യം രേഖപ്പെടുത്തിയിട്ടുള്ളവരുണ്ട്, അതുപോലെ തന്നെ മറ്റനുഭവക്കുറിപ്പുകൾ എഴുതിയിട്ടുള്ളവരുണ്ട്, പുസ്തകം പരിചയപ്പെടുത്തി, അങ്ങനെ ഇതിൻ്റെ പ്രിൻറ്റിങ്, എഴുത്തും വായനയും അറിയാത്ത ആൻറ്റി പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഒരാൾ രേഖപ്പെടുത്തി അതൊരു പ്രസ്സിലെത്തിച്ച് അയാളെ കൊണ്ട് കമ്പോസ് ചെയ്ത് ടൈപ്പ് ചെയ്ത് DTP ചെയ്ത് ഈ രൂപത്തിലാക്കി വളരെ മനോഹരമായ ഒരു ചട്ടയോടുകൂടി ഇത് പുറത്തിറക്കിയതിന് പിന്നിൽ ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അവരെ എല്ലാവരെയും ഈ അവസരത്തിൽ പ്രത്യേകമായി അനുമോദിക്കുകയാണ്, എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്നെ സംബന്ധിച്ച് പറയുമ്പോഴും വളരെ ഒരു വലിയ ബന്ധമുള്ളൊരു സഭയാണ് ഈ സഭ. എൻ്റെ ജീവിതത്തിലും ഒട്ടേറെ കഷ്ടതകളും ദുരിതങ്ങളും പ്രയാസങ്ങളും രോഗപീഠകളും ഒക്കെ കടന്നുപോയി. ഞാൻ എൻ്റെ 16 വർഷം മുമ്പുള്ള, കൃത്യമായി 16 വർഷം മുമ്പുള്ള 2009 ജനുവരിയിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മടങ്ങിപ്പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഞാൻ ഒരിക്കലും ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന് കരുതിയ, RCCയിലെ ഡയറക്ടർ വരെ കരുതിയ ഒരു കാലഘട്ടത്തിൽ നിന്നാണ് 16 വർഷത്തിന് ശേഷം എപ്പോഴും ജീവിച്ചിരിക്കുവാനും ഒക്കെ
കഴിയുന്ന ഒരു അവസരമുണ്ടായി. ആ വേളയിലെല്ലാം എന്നെ ഒരു കരുതലായ ഒരു കൂടപ്പിറപ്പ് പോലെ ചേർത്ത് പിടിച്ചവരാണ്, പ്രാർത്ഥിച്ചവരാണ്. ഇപ്പോഴും എൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ പൊതുപ്രവർത്തന മണ്ഡലങ്ങളിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാകാം, മറ്റു പല ആരോപണങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ആകാം, എന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും തിരഞ്ഞെടുപ്പ് വേളകളിലുമൊക്കെ എന്നെ ചേർത്ത് പിടിക്കുകയും കരുതലായി നിൽക്കുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ സഭാവിശ്വാസികളെയും ഇവിടുത്തെ പാസ്റ്റർ അതുപോലെ തന്നെ മറ്റെല്ലാവരെയും ഈ അവസരത്തിൽ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഈ ചടങ്ങിന് ക്ഷണിച്ചതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്നും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നതും വില്ലേജ് ഓഫീസറായിട്ട് ഇന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും കൂടാതെ കിട്ടുന്ന ഓരോ സെക്കൻഡും ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്രദർ ഷൈജു നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രിയ സഹോദരനെ വളരെ ആദരവപൂർവ്വം ഈ ആശംസ അറിയിക്കുവാനായിട്ട് ക്ഷണിച്ചുള്ളൂ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭാരാധനയെ തുടർന്ന് ഇങ്ങനെ സന്തോഷകരമായ ഒരു ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ, കുടുംബമായി ഞങ്ങൾക്ക് വരുവാൻ ഇടയാക്കിയ സർവശക്തനായ ദൈവത്തിന് ആദ്യം സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ തരുണത്തിൽ ഇങ്ങനെ ഒരു അവസരമൊരുക്കി തരുന്ന ഈ സഭയിലെ ശുശ്രൂഷകനും എൻ്റെ അളിയനുമായ പാസ്റ്റർ ജോബി എഡ്വിൻ അവர்களுം കുടുംബവും ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയിൽ വളരെ ത്യാഗോജ്വലമായ രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന എൻ്റെ അനുജന് തുല്യം ഞാൻ സ്നേഹിക്കുന്ന, കുടുംബ ബന്ധം കൊണ്ട് ജ്യേഷ്ഠനായി മാറുകയും ചെയ്ത ഇൻ്റർനാഷണൽ സിയോൺ അസംബ്ലിയുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന പാസ്റ്റർ സതീഷ് നെൽസൺ അവറുകൾക്കും, ഈ കുടുംബത്തിലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന പാസ്റ്റർ ഫ്രിജി അവർകൾ, അതോടൊപ്പം തന്നെ ഈ സഭയിലെ സെക്രട്ടറി ആയിരിക്കുന്ന എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ ജസ്റ്റിൻ ബ്രദർ, നേരത്തെ സാക്ഷി പറഞ്ഞ പാസ്റ്റർ സ്റ്റാൻലി, അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുകയും എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റിൽ പഞ്ചായത്തിൽ സാക്ഷ്യപ്പെടുത്തിയ ശ്രീകുമാർ സാർ, ഇന്നത്തെ ഈ നമ്മുടെ പുസ്തക പ്രകാശനത്തിൻ്റെ മുഖ്യ കഥാപാത്രമെന്ന് പറയുന്ന ബേബി ആൻറ്റി, ആ കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകാൽ ഇവിടെ ആയിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ ആദ്യമായി തന്നെ അറിയിച്ചു കൊള്ളട്ടെ. എന്നെ സന്തോഷപ്പെടുത്തിയ ഒരു വചനം ഞാൻ ആദ്യം വായിക്കുകയാണ്. ഈ വചനം ഞാൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 27-28 വചനങ്ങളാണ്. ഇപ്രകാരമാണ്. നമുക്കെല്ലാവർക്കും കാണാപ്പാടമായി അറിയാവുന്ന ഒരു വചനമാണ്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. വളരെ അർത്ഥവത്തായ ഒരു പൗലൂസിൻ്റെ വചനങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ വചനത്തെ അന്വർത്ഥമാക്കുന്നതാണ് ഈ പുസ്തകത്തിൽ ദരിദ്രയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, അതോടൊപ്പം തന്നെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് എന്നുള്ള ഈ പുസ്തകത്തിൻ്റെ ആമുഖം തന്നെയാണ് എന്ന് പറയുവാൻ നിർവാഹമുണ്ട്. ഈ വചനം തന്നെ ഞാൻ വായിച്ചപ്പോൾ ആശംസയായി എഴുതിക്കുമ്പോൾ പ്രിയ അനിത ആൻറ്റി ആശംസയായി എഴുതിയിരിക്കുന്നതും ഈ വചനമാണ്. എനിക്ക് മറ്റൊരു വചനം എടുക്കുവാൻ കഴിഞ്ഞില്ല. വളരെ മനോഹരമായ രീതിയിലാണ് ഈ പുസ്തകം രചിക്കുന്നതായി കാണുവാൻ കഴിയുന്നു. പ്രത്യേകമായിട്ട് ഒത്തിരി ഈ പുസ്തകങ്ങൾ പ്രസാദം നടത്തുന്ന സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. എന്നോട് പഠിച്ച പല വ്യക്തികളും പുതിയ പുതിയ പുസ്തകങ്ങളെല്ലാം ഇറങ്ങുന്നുണ്ട്. പ്രസ് ക്ലബ്ബിൽ നടക്കുന്ന പല ചടങ്ങുകളിലും ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടന്നത്. അതോടൊപ്പം തന്നെ ആ പുസ്തക ചടങ്ങുകൾക്കില്ലാത്ത വളരെ പ്രാധാന്യവും ഈ പുസ്തകത്തിന് ഉണ്ട് എന്ന് ആദ്യമേ ഞാൻ തന്നെ പറയുവാൻ താല്പര്യപ്പെടുകയാണ്.
ബേബി ആൻറ്റിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായി. എൻ്റെ അനുഭവത്തിലുള്ള ബേബി ആൻറ്റിയെക്കുറിച്ച് ഞാൻ 1-2 വാക്കുകൾ പറഞ്ഞതിന് ശേഷം ഈ പുസ്തകത്തെ ഒന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സമയം ഒത്തിരി പോയി എന്നറിയാം. നമുക്കിവിടെ ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരു സെക്ഷൻ കൂടെ 1-2 സെക്ഷനോടെ തന്നെ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഒരു 5 മിനിറ്റ് എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടെ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഞാൻ CSA പാരമ്പര്യത്തിൽ നിന്നാണ് കടന്നു വന്നത്. അങ്ങനെ CSL പള്ളിയിൽ പോകുമ്പോൾ തന്നെ എൻ്റെ അമ്മയുടെ പേരും ബേബി സരോജ എന്നാണ്. അമ്മ അടുത്തുള്ള പെന്തക്കോസ്ത് ചർച്ചിൽ പോകുമായിരുന്നു. സിയോൺ അസംബ്ലി എന്ന ചർച്ചായിരുന്നു. ഈ സിയോൺ അസംബ്ലി പിരിയുന്ന മുന്നേ ഉള്ള അന്നുണ്ടായിരുന്ന വേറൊരു സിയോൺ അസംബ്ലി ചർച്ചായിരുന്നു. ഇന്നത് IPC ചർച്ചായിട്ട് ഞങ്ങളുടെ ചർച്ചിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ അമ്മയോടൊപ്പം ഞാൻ ആ ചർച്ചിൽ കുഞ്ഞുനാളുകളെ വചനങ്ങളെല്ലാം പഠിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആ ചർച്ചിലെ പാസ്റ്ററുടെ ഭാര്യ എന്ന് പറയുന്നത് ജെയിനി ആൻറ്റി ഈ സഭയിലെ മുൻകാല വിശ്വാസിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുനാളെ പോകുമ്പോൾ വചനങ്ങളെല്ലാം പറഞ്ഞു തരികയും ആ സമയത്തിൽ സഭയിൽ ഒരു നിറവ് വരുന്ന ചില അവസരങ്ങളുണ്ട്. അങ്ങനെ ഒരു സമയത്ത് ഞങ്ങൾ CSI പള്ളിയിൽ പോയിട്ടാണ് വചനം പഠിക്കാൻ വേണ്ടി ആരാധനക്രമം അന്ന് 10:30 തുടങ്ങുന്നത് ഞങ്ങളുടെ ചർച്ചിൽ. ഇന്ന് 8 മണിക്കായി. കാലാന്തരങ്ങൾ മാറ്റങ്ങൾ വന്നു. അന്ന് 10:30 കാരണം CSIയിൽ പോയി അവിടെ ആരാധന കഴിഞ്ഞതിന് ശേഷം വരുന്ന ആൾക്കാർ കുഞ്ഞുങ്ങൾക്കെല്ലാം വചനം പഠിക്കുവാൻ വേണ്ടി അങ്ങനെയുള്ള ക്രമീകരിച്ചു കൊണ്ടാണ് വന്നിട്ടുള്ളത്. അന്ന് വചനം പഠിച്ച ഞങ്ങളെപ്പോലെ ഒത്തിരി ആളുകൾ വചനം പഠിച്ചു. അവരെല്ലാം ഇന്ന് ഈ പെന്തക്കോസ്തിൻ്റെ അനുഭവത്തിലേക്ക് വരികയും അവരെല്ലാം ഇന്ന് അനുഗ്രഹിക്കപ്പെട്ട നിലയിലേയും കഴിയുവാനിടയിൽ തുടർന്നു. അന്ന് അങ്ങനെ ഞങ്ങൾ പോയ കൂട്ടത്തിൽ ഈ സഭയിൽ ഒരു നിറവ് വരുന്ന ചില സമയങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ ബേബി ആൻറ്റിയെ കാണുവാനിടയായി തീർന്നത്. ആൻറ്റിയും ജയപ്രകാശേട്ടനും അവരെല്ലാവരും കൂടെ അവർക്ക് പണ്ടൊരു അംബാസഡർ കാറുണ്ട്. അങ്ങനെ വന്ന് ചർച്ചിൽ ഒരു നിറവായിരുന്നു അവർ വന്ന് അങ്ങനെ സാക്ഷ്യം പറയുന്ന ആ കൊച്ചനുഭവത്തിൽ നിന്നാണ് ആൻറ്റിയെ എനിക്ക് അറിയാവുന്നത്. പിന്നെ കാലാന്തരങ്ങളിൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഇവിടെയായിട്ടുള്ള വിവാഹബന്ധത്തിലൂടെ ഞാൻ വന്നപ്പോൾ എൻ്റെ ആ നിത്യയിൽ വിശ്രമിക്കുന്ന ജൈനി അമ്മച്ചിക്ക് എന്നും പറയുവാനുള്ള ഈ കോവളം ചർച്ചിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ശാലേംപുരിയിൽ ഒരു കാലഘട്ടത്തിൽ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ചും ഇവിടെ വളർന്ന സാഹചര്യങ്ങളെക്കുറിച്ചും മാത്രമേ പറയാനുള്ളൂ. അങ്ങനെ ഞാൻ തെക്കൻ ചരിത്രത്തിൽ സഭാ വളർച്ചയെക്കുറിച്ച് പഠിക്കുമ്പോഴും കോവളം ചർച്ച് ഒരു ഇവിടെയുള്ള ഒരു പ്രവർത്തനം പണ്ടത്തെ നമ്മുടെ ഈ ക്രിസ്തീയ ഗോളത്തിൽ എഴുതപ്പെട്ട ഒരു ചരിത്രരേഖയായിരുന്നു നമ്മുടെ ഈ സഭ എന്ന് പിന്നത്തേതിൽ മനസ്സിലാക്കാനിടയായി തീർന്നു. പല പ്രാവശ്യം ഞാൻ ഇവിടെ ഈ സഭയിൽ വന്നു ദൈവവചനം സംസാരിക്കുവാനുള്ള കർത്താവ് എനിക്ക് കാലാന്തരങ്ങളിൽ അവസരങ്ങൾ ഒരുക്കി. ഇന്ന് ഈ രീതികളിലെല്ലാം സഭ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ആൻറ്റിയെ എനിക്ക് അതിനു മുന്നേ അറിയാം. അതിനുശേഷം വിവാഹാനന്തരം ഞാൻ ആൻറ്റിയുമായി ഇവിടെ വരികയും ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ് അതിനുശേഷം കഴിയുന്നത്. അന്നു മുതലുള്ള സ്നേഹബന്ധം ഇന്നും തുടരുവാൻ കർത്താവ് അനുവദിക്കുന്നുണ്ട്. ആൻറ്റിയുമായി സംസാരിച്ചിരിക്കുന്ന ഒരവസരത്തിൽ ആൻറ്റിയുടെ സംസാരം നമ്മൾ കേട്ടപ്പോൾ അറിയാമല്ലോ. ആൻറ്റി വിദ്യാഭ്യാസം ഇല്ല എന്ന ആൻറ്റിയുടെ സംസാരത്തിൽ തന്നെ അറിയാം. പക്ഷേ ആൻറ്റി പറയുന്ന വിശ്വാസ വാക്കുകളൊക്കെ വളരെയധികം പ്രയോജനം ചെയ്യുന്ന രീതിയിലാണ്. വളരെയധികം പ്രയോജനമാണ്. 1 മണിക്കൂർ നമ്മൾ ആൻറ്റിയോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ മനസ്സിലുള്ളത് എന്തൊക്കെയാണെന്ന് ആൻറ്റിക്ക് വിവേചിച്ചറിയുവാനുള്ള ഒരു ദൈവം കൃപ കൊടുത്തിട്ടുണ്ട്. ആ കൃപയെന്ന് വെച്ചാൽ ഏറ്റവും വലിയൊരു കൃപയാണ്. ഒരു വ്യക്തിയോട് പറയുമ്പോൾ ആ വ്യക്തിയുടെ നെഗറ്റീവ് പറയുന്നത് ഉണ്ട് എങ്കിൽ ആൻറ്റി ആ കാര്യം സ്റ്റോപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവരുടേതായ പോസിറ്റീവായ കാര്യങ്ങളോ അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിന് വേണ്ടി എന്തെങ്കിലും അവരെ കൊണ്ട് പ്രയോജനപ്പെടുന്ന രീതിയിൽ മാത്രമാണ് സംസാരിക്കുന്ന ആ ഒരു രീതിയാണ് ആൻറ്റിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പലപ്പോഴും ഇപ്പോൾ മമ്മി ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഞങ്ങളുടെ താമസിക്കാൻ പറഞ്ഞെങ്കിലും മമ്മിക്ക് ഇവിടെ കോവളത്ത് തന്നെ താമസിക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒറ്റയായതുകൊണ്ട് ഇവിടെ ജയപ്രകാശൻ്റെ വീട്ടിൽ അവൾ വളരെ സന്തോഷമായിട്ട് അവിടെ കഴിയുന്നു. ഒരുപക്ഷെ ഇവിടെ ഇങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ടായിരിക്കാം ഈ പുസ്തകരചനയിൽ മമ്മിക്ക് കൂടുതലായിട്ട് സഹായിക്കുവാനൊക്കെ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ പലപ്പോഴും ഇവിടെ വന്ന് താമസിക്കാറുണ്ട്. അപ്പോഴും ആൻറ്റിയുമായിട്ട് സംസാരിക്കുമ്പോൾ ആൻറ്റിയുടെ ഈ സംസാര രീതിയെല്ലാം ആത്മീയമായ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും ദൈവരാജ്യൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ഓരോരുത്തരും മനസ്സിലാക്കുക. കുഞ്ഞുങ്ങളെല്ലാം വിളിച്ച് പറഞ്ഞ് എൻ്റെ മക്കളോടെല്ലാം അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ സ്കൂളിലെ കാര്യങ്ങളെല്ലാം അവർ ഓട്ടോമാറ്റിക്കായിട്ട് പറയുന്നതും അവർക്ക് എങ്ങനെയൊക്കെയാണ് ഈ കാലഘട്ടത്തിൽ യുവാക്കൾ നിൽക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആൻറ്റി പറഞ്ഞു കൊടുക്കുന്ന ആ രംഗങ്ങളെല്ലാം കേട്ടുകൊണ്ട് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് വളരെ പക്വതയോടെയാണ് ആൻറ്റി നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത്. അങ്ങനെ ഈ സഭയിൽ ആൻറ്റി ഉള്ളത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാണ്. പലപ്പോഴും നമ്മൾ ആൻറ്റിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ സമയം പോകുന്നത് പോലെ അറിയുന്നില്ല. ഈ പുസ്തകം ഞാൻ ഇടയ്ക്ക് വന്നപ്പോൾ അവിചാരിതമായിട്ടാണ് ഈ പുസ്തകം ഒരു ദിവസം എന്നോട് ഒന്ന് വായിച്ച് അതിൻ്റെ പ്രിൻ്റ് വന്നപ്പോൾ വായിച്ച് നോക്കുവാൻ എനിക്ക് തന്നു. ഞാൻ വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. ആൻറ്റിക്ക് ഇത് എഴുതുവാൻ കഴിയുമോ എന്നാണ് ഞാൻ ആദ്യം ചിന്തിച്ചത്.
അപ്പോൾ അത്രയും അർത്ഥവത്തായ കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ ആദ്യം എഴുതിയ ദരിദ്രയെ കുപ്പയിൽ നിന്ന് ഉയർത്തിയ ഒരു ദൈവം എന്നുള്ളതാണ്. അത് നമ്മുടെ നിത്യത്തിൽ വിശ്രമിക്കുന്ന അപ്പച്ചനാണ് അതിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ, ആദ്യത്തെ ഭാഗം വായിച്ചിട്ടുള്ളവർ ഒന്ന് കൈയുയർത്താമോ? ഓക്കെ, ഏകദേശം പകുതിയുള്ള ആൾക്കാർ വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം മൊത്തം ഒരു 2 മണിക്കൂർ കൊണ്ട് ഞാൻ വായിച്ച് തീർത്തു. പല പ്രാവശ്യം വീണ്ടും വായിച്ചു. 2 മണിക്കൂർ കൊണ്ട് വായിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുസ്തകം. വളരെ ഇതിൻ്റേതായ ഈ പുസ്തകത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയാണ്. ഈ പുസ്തകം വളരെ നല്ല രീതിയിലാണ് പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഷയും മറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ സതീഷ് നെൽസൺ പാസ്റ്റർ എഴുതിയ പുസ്തകങ്ങളോട് കിടപിടിക്കുന്ന പുസ്തകങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റേതായ ആ പുസ്തകങ്ങൾ ഏതൊക്കെ രീതിയിലാണോ എഴുതിയിട്ടുള്ളത്, അത് കൂടുതലും സതീഷ് പാസ്റ്ററുടെ ഗൈഡൻസിലാണ് ഈ പുസ്തകം പോയിട്ടുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു പുസ്തകം കണ്ടു കഴിഞ്ഞാൽ, ഒരു പുസ്തകം നമുക്ക് എടുക്കുമ്പോൾ പുസ്തകം വായിക്കുവാനുള്ള ഒരു തോന്നണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ നമുക്കറിയാം. സതീഷ് നേരെ ഒരു അനുഭവം പറഞ്ഞു, ആ പുസ്തകം കണ്ടു കഴിഞ്ഞാൽ ഒന്ന് വായിച്ചിട്ടേ വയ്ക്കുവാൻ തോന്നും. പുസ്തകം ഇന്ന് വായന വളരെ കുറവാണ്. പക്ഷേ വായിക്കുന്ന ആൾക്കാർക്ക് ഒരു പുസ്തകം കാണുമ്പോൾ തന്നെ അതിൻ്റെ പ്രിൻ്റിട്ടും മറ്റു കാര്യങ്ങളും 1-ാം പേജ് മുതൽ വായിക്കുമ്പോൾ തന്നെ ആ പുസ്തകം വായിക്കണമെന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിലാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇതിൽ അതിൻ്റെ 1-ാമത്തെ പേജിൽ തന്നെ എഴുതിയിട്ടുള്ള ഈ പ്രസാധകം കൊടുത്തിട്ടുണ്ട്. സിയോൻ ഇൻ്റർനാഷണൽ സിയോൻ അസംബ്ലി പബ്ലിക്കേഷൻ, ശാലേംപുരി കോവളം. ഈ സഭയുടെ പേരിലാണ് ഇത് പബ്ലിക്കേഷൻ ചെയ്തിട്ടുള്ളത്. പല സഭകൾക്കും ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ കഴിയില്ല. അങ്ങനെ ആൻറ്റി വളരെ 3-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ള ആൻറ്റിക്ക് 2-ാമത്തെ പുസ്തകം കൂടെ പബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു ഇതാണ്. നമുക്ക് എല്ലാവർക്കും കൂടെ ആൻറ്റിക്ക് ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കാം. അതിൽ മുഖവരയായിട്ട് എഡിറ്ററുടെ പ്രസ്താവന എന്ന് പറഞ്ഞ് നിത്യത്തിൽ വിശ്രമിക്കുന്ന നമ്മുടെ രാജരത്ന അപ്പച്ചൻ്റെ പ്രസ്താവനയാണ് ആദ്യത്തെ പുസ്തകത്തെക്കുറിച്ചാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ഇത് സംഘടനയുടെ പ്രസിഡൻ്റായിരുന്ന ജെയ്സൺ അങ്കിളിൻ്റെ ഒരു അഭിമുഖം കൊടുത്തിട്ടുണ്ട്. 2-ാമത്തേൽ നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന നമ്മുടെ രത്നരാജ് അങ്കിളിൻ്റെ ഒരു അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അഭിപ്രായം കൊടുത്തിട്ടുണ്ട്. അടുത്തത് ജയപ്രകാശ് ഏട്ടൻ്റെ സാക്ഷ്യം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് പവർഫുള്ളായ സാക്ഷ്യമാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ്. ആൻറ്റി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിട്ട് വെൻറ്റിലേറ്ററിൽ കിടക്കുന്നു. എന്നോട് വന്ന് പറഞ്ഞത്, നിജി വളരെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. കാരണം നമ്മളൊരു കുടുംബം പോലെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങൾ നമുക്ക് ആ നിമിഷങ്ങളിൽ നമ്മുടെ കയ്യിൽ കിട്ടും. ആൻറ്റി ഇങ്ങനെ ആയിരിക്കുന്നു, പോകുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു. അവിടെ ആയിരിക്കുമ്പോൾ ജയപ്രകാശ് ഏട്ടനെ വിളിച്ചു. ഞാനും വളരെ നേരത്തെ സതീഷ് പാസ്റ്റർ പറഞ്ഞ പോലെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. അദ്ദേഹം തിരിച്ച് എനിക്ക് പാസ്റ്റർ ടിനു ജോർജിൻ്റെ ഒരു കരുത്തുറ്റ പ്രസംഗമാണ്, അദ്ദേഹത്തിൻ്റെ ക്യാപ്ഷനാണ്, അങ്ങനെയുള്ള ക്യാപ്ഷനാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ മമ്മ മരിക്കില്ല, എൻ്റെ മമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. നമുക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തതാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അത്രയുമുള്ള ആ വിശ്വാസത്തിൻ്റെ അടുത്ത് പോലും നമുക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം നമുക്ക് വളരെ പവർഫുള്ളായ രീതിയിലുള്ള ആ ധൈര്യപ്പെടുത്തലുകളെല്ലാം ഉണ്ടായി. ആശുപത്രിയിൽ നടന്ന കാര്യങ്ങളറിയാം. സമയം അവിടെ ഓരോന്ന് കിട്ടുകയാണ്. വെൻറ്റിലേറ്റർ എടുത്തു കഴിഞ്ഞാൽ അറിയാം, വെൻറ്റിലേറ്ററിൽ ഒരാളായി കഴിഞ്ഞാൽ തന്നെ തീർന്നു എന്നുള്ളതാണ്. അത് പിന്നെ അവർക്കുള്ള നന്മകൾ കിട്ടാൻ വേണ്ടിയായിരിക്കും അങ്ങനെ. പക്ഷേ എങ്കിലും അവിടെ ആ വിശ്വാസത്തോടെ നിന്ന് ഇത്രയും ദിവസം നിന്ന് ഒരിക്കലും തിരിച്ചു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഈ പുസ്തകം എഴുതുവാൻ വേണ്ടിയായിരിക്കാം ആൻറ്റിയെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ജയപ്രകാശ് ചേട്ടൻ അറിയാമല്ലോ, അപ്പോഴേ പിന്നെ വിശ്വാസവും വേണം, അതോടൊപ്പം തന്നെ കാശ് വേണം. അദ്ദേഹം ആരുടെയൊക്കെ ചോദിച്ചെന്ന് എനിക്കറിയില്ല. ഇപ്പോഴും അതിൻ്റെ ബാധ്യതകൾ തീർന്നില്ല. ദൈവം അതെല്ലാം മുഖാന്തരങ്ങൾ ഒരുക്കും. അപ്പോൾ അത്രത്തോളം കൊടുക്കുവാൻ നല്ലൊരു ആൻറ്റിക്കൊരു ബാക്ക് സപ്പോർട്ടായ ഒരു കുടുംബത്തെ കൊടുത്ത്, ജയപ്രകാശ് ചേട്ടൻ അതുപോലെ കുഞ്ഞുമോൾ ചേട്ടൻ, രാജൻ ചേട്ടൻ, അവരൊക്കെയും അവരുടെ കൂടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ ആൻറ്റിക്ക് അവിടെ ഒരു ആശുപത്രിയിൽ നിന്ന് ഇത്ര നമുക്ക് അവരുടെ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ അനവധി ദൈവദാസന്മാരുടെയും ദൈവമക്കളുടെയും ഈ സഭയുടെയും ഉള്ള പ്രാർത്ഥനയുടെ ഫലമായി ജീവനിലേക്ക് തിരിച്ചു വരുവാനിടയായി തീർന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ കാലഘട്ടത്തുള്ള ആ പുസ്തകങ്ങളെക്കുറിച്ചിട്ട് രണ്ടാമത്തെ ഭാഗം, അത് ആദ്യത്തെ പുസ്തകം തീരുകയാണ്. നമ്മുടെ പ്രസിഡൻ്റായിരിക്കുന്ന സിംസൺ പാസ്റ്ററുടെ ആശംസയാണ് അതിന് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ വൈസ് പ്രസിഡൻ്റായിരിക്കുന്ന സതീഷ് പാസ്റ്ററുടെ ഒരു ആശംസ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിലെ പാസ്റ്ററായിരിക്കുന്ന ജോബി പാസ്റ്ററുടെ ഒരു ആശംസ കൊടുത്തിട്ടുണ്ട്.
ഈ പുസ്തക രചനയിൽ വളരെയധികം സഹായിക്കുകയും നല്ല രീതിയിൽ ഈ പുസ്തകം നല്ല രീതിയിൽ വായിച്ചിട്ട് അതിനുശേഷം ആശംസ അറിയിച്ചിരിക്കുന്നത് അനിത ആൻറ്റിയാണ്. അനിത ആൻറ്റിയുടെ ഒരു നല്ലൊരു ആശംസ കൊടുത്തിട്ടുണ്ട്. എനിക്കത് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനത് വായിക്കുകയാണ്. ഇങ്ങനെയാണ്, ചെറുതാണ്, ഞാൻ എഴുതിയിട്ടുള്ള വായിക്കാം. ജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനമായതും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ഈ വചനം സിസ്റ്റർ ബേബി സരോജത്തിൻ്റെ ജീവിതത്തിൽ എത്ര അർത്ഥവത്താണ്. 5 പതിറ്റാണ്ട് മുമ്പ് ഞാൻ ഈ മാതാവിനെ പരിചയപ്പെട്ടത് ജീവിതാനുഭവങ്ങൾ അവരിൽ നിന്ന് കേൾക്കുവാനും ഇടയായിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ചില അനുഭവങ്ങൾ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഞാൻ അതിശയത്തോടെ കേൾക്കുകയും ദൈവം പ്രവർത്തിക്കുന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. സത്യം കൊണ്ട് മനസ്സും സ്നേഹം കൊണ്ട് ഹൃദയവും സേവനം കൊണ്ട് ജീവിതവും കർത്താവിന് വേണ്ടി സമ്പന്നമാക്കിയ ഒരു മഹൽ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയ മാതാവ്. സ്വന്തം നിയോഗമെന്ത് എന്ന് തിരിച്ചറിയുകയും പരിമിതികളെയും പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോയ ബേബി സരോജം ക്രിസ്തീയ ഗോളത്തിന് ഒരു മാതൃകയാണ്. അറിവില്ല, കഴിവില്ല എന്ന് പറഞ്ഞ് അനേകർ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുമ്പോൾ അറിയില്ല എന്നുള്ള തിരിച്ചറിവാണ് ബേബി സരോജത്തെ ക്രിസ്തുവിനെ അറിയുവാനുള്ള ലോകത്തിലേക്കുള്ള കവാടമായി വർത്തിച്ചത്. ആ താഴ്മയ്ക്കും യഹോവ ഭക്തിക്കുമുള്ള പ്രതിഫലമാണ് ഈ പുസ്തകം. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർ ഇത് വായിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും ദീർഘായുസ്സും ആരോഗ്യവും പ്രിയ മാതാവിന് നൽകി അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വളരെ നല്ലൊരു ആശംസയാണ്, ഒരു രക്തചുരുക്കമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ആശംസകളും നല്ലതാണ്. കുറച്ചുകൂടെ എനിക്ക് ഈ പുസ്തകത്തിൽ നിന്ന് വായിച്ച് കൃത്യമായി എഴുതിയത് കൊണ്ടാണ് ഞാനത് വായിച്ചത്. അതിനുശേഷം പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഉള്ളടക്കം പുസ്തകത്തിലുള്ള ഓരോ കാര്യങ്ങളെ പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ സ്വർഗവും അതിനു മുന്നേ പ്രാർത്ഥനയ്ക്കുള്ള താക്കോൽ, നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്കുള്ള താക്കോൽ, അത് നല്ലൊരു ഇതാണ്. അതിനുശേഷം കുടുംബങ്ങളെക്കുറിച്ച്, എന്തൊക്കെയാണ് കുടുംബങ്ങളെക്കുറിച്ച് എന്ന് പറയുന്നുണ്ട്. മദ്യവും മയക്കുമരുന്ന്, നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ആവശ്യമായ ചെറിയ ആ ഒരു മെസ്സേജാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. മദ്യവും മയക്കുമരുന്നും. അതിനുശേഷം മാതൃകയുള്ള കുടുംബം, കർത്താവിങ്കിലേക്കുള്ള മടങ്ങിവരവ്, അവിശ്വാസികൾ, വിധിക്കരുത്, പിന്മാറ്റം, പുളിച്ചമാവ്, പിന്നെ ജീവിതത്തിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ, എന്നോട് ദൈവത്തിൻ്റെ വാഗ്ദത്ത പൂർത്തീകരണങ്ങൾ, ഇങ്ങനെയുള്ള വളരെ സിമ്പിളായ രീതിയിൽ ആണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ നമ്മുടെ വീട്ടിൽ നടക്കുന്ന നിത്യമായിട്ടുള്ള കാര്യങ്ങളെ സംഭാഷണ രീതിയിലുള്ള ചെറിയ കാര്യങ്ങളെ ആർക്ക് വേണം മനസ്സിലാക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നതിൽ അതിൽ തെറ്റില്ല. നല്ല രീതിയിൽ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് വായിക്കുമ്പോൾ വളരെയധികം രീതിയിൽ മനസ്സിലാകുകയും ദൈവസഭയ്ക്കും ക്രിസ്തീയ കുളത്തിനും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു റെഫറൻസ് ഗ്രന്ഥമായി പോലും ഉപയോഗിക്കുവാൻ കഴിയുന്ന രീതിയിലാണ് ഈ പുസ്തകം നമ്മുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്. ഈ പുസ്തകം ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത സതീഷ് നെൽസൺ പാസ്റ്റർ പറയുകയുണ്ടായി, ഒരു വിദേശത്തിരുന്ന ഒരു വ്യക്തി മരിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവരുടെ കയ്യിലൊരു പുസ്തകം കിട്ടി, അതായിരുന്നു അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവാനിടയായിത്തീർന്നത്. അങ്ങനെ ഈ പുസ്തകവും അനേകർക്ക് വിടുതലിനും അവരുടെ ആത്മീയമായ ഉത്തേജനത്തിനും കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ പുസ്തകം ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്ന് എനിക്ക് വേറൊരു ഇഷ്ടപ്പെട്ടത്, ഈ പുസ്തകത്തിൽ വില അടിച്ചിരിക്കുന്നത് 120 രൂപയാണ്. നമ്മുടെ ഒരു ചെറിയൊരു സൺഡേ സ്കൂളിൻ്റെ പുസ്തകം തന്നെ എഴുതിയാൽ കാണാമല്ലോ 150 രൂപ, 200 രൂപ. ഇങ്ങനെ ഒരു പുസ്തകത്തിന് കുറഞ്ഞത് 300 രൂപയെങ്കിലും വില വരുന്നതാണ്. ഇത് വളരെ വില കുറച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. വില കൊടുത്ത് വാങ്ങിയാൽ മാത്രമേ വായിക്കുകയുള്ളൂ. ആരെങ്കിലും നമുക്ക് പുസ്തകം ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ ആ പുസ്തകം നമ്മൾ പിന്നെ വായിക്കാമെന്ന് പറയും. പക്ഷേ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ അത് വായിക്കുവാൻ ഇടയായിത്തീരുന്നു. ആൻറ്റി എങ്ങനെയാണോ ക്രമീകരിച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. വില കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വായിക്കുവാൻ ഇടയായിത്തീരുന്നു. എങ്കിലും ഈ പുസ്തകം നിങ്ങളുടെ കയ്യിൽ ഇന്ന് എല്ലാവരുടെ കൈകളിലും ഈ സഭയിൽ വരുന്ന എല്ലാ കുടുംബങ്ങളുടെ കയ്യിലെത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ നമ്മുടെ മൊബൈലിലെല്ലാം ഇങ്ങനെ വരച്ച് ഒത്തിരി സമയം കളയാറുണ്ടല്ലോ. പക്ഷേ ഈ പുസ്തകം നിങ്ങൾ ഇന്ന് തന്നെ വായിക്കണം. നമ്മുടെ രാവിലെ സാധാരണ വീട്ടിൽ പത്രങ്ങളിലിടുന്നവരല്ലേ, നമ്മുടെ വീട്ടിൽ കയ്യിൽ പത്രം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഒരു കയ്യിൽ ചായയും ഒരു കയ്യിൽ പത്രമായിട്ട് അന്നത്തെ വാർത്ത അറിയുവാൻ വേണ്ടി വ്യഗ്രതയോടെ വായിച്ചു തീർക്കും. അതുപോലെ
അങ്ങനെ നമ്മൾ സാധാരണ പുസ്തകം വായിക്കുകയാണെങ്കിൽ ഈ പുസ്തകം നമ്മൾ കയ്യിൽ കിട്ടിയ ഉടനെ തന്നെ നമ്മൾ വായിച്ചു തീർക്കുക. കേവലം 1 അല്ലെങ്കിൽ 1.5 മണിക്കൂറിനകത്ത് നമുക്ക് ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് വായിക്കണം. കൊച്ചു കുഞ്ഞുങ്ങളോട് ഞാൻ പറയാനുള്ളത്, നിങ്ങൾ വായിക്കുന്നത് കൃത്യമായിട്ട് എല്ലാം വായിക്കുന്ന കൂട്ടത്തിൽ ഈ പുസ്തകം നിർബന്ധമായി വായിക്കണം. ഇതിലെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനുള്ള വളരെയധികം മാർഗ്ഗനിർദ്ദേശങ്ങളാണ്. അത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറഞ്ഞു കൊടുക്കുക. ഈ വരുന്ന നമ്മുടെ ഈ സഭയിലെ എല്ലാ ആൾക്കാരും ഈ പുസ്തകത്തെ മറ്റുള്ളവരെ പരിചയപ്പെടുത്തുക. ആൻറ്റിയുടെ അനുഭവ സാക്ഷ്യങ്ങൾ പറയുക. നമ്മുടെ ജോയ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഈ സഭയിൽ നിന്ന് മരിച്ചതിൽ നിന്ന് രണ്ടാമത് തിരിച്ചു വന്ന വ്യക്തിയാണ് ആൻറ്റി. ഞാൻ ആദ്യമെന്നാണ് വിചാരിച്ചത്, ഇപ്പോൾ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് വേറെ ഒരു വ്യക്തിയുടെ ഉണ്ടെന്ന് അറിയാം. എങ്കിലും വളരെ അത്ഭുതങ്ങൾ നടന്ന ഒരു സഭയാണിത്. അത്ഭുതങ്ങൾ ഇന്നും കുറഞ്ഞിട്ടില്ല. അപ്പോൾ ആൻറ്റിയുടെ ഈ പുസ്തകം നിങ്ങളുടെ ഈ സഭയുടെ നാമത്തിൽ എഴുതുവാനിടയായി തീർന്നു. ആൻറ്റി ഈ സഭയിൽ വലിയൊരു അനുഗ്രഹമാണ്. പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുള്ള ഒരു അത്ഭുതങ്ങളുടെ പരമ്പര ഇനി തുടർന്നുള്ള നാളുകളിലും നടക്കട്ടെ ഈ സഭയിൽ. അതിനുവേണ്ടി ഓരോ വ്യക്തികളെ കർത്താവ് ഓരോ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ആൻറ്റിയെ ഈ സഭയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഈ പുസ്തകം കയ്യിൽ കിട്ടിയാൽ വായിക്കും എന്നുള്ള ഉറപ്പുള്ളവർ ഒന്ന് കൈ ഉയർത്തിയാട്ടെ. ഇന്ന് കിട്ടുകയാണെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം. എന്നെ ഇതുവരെയും ശ്രദ്ധിക്കുകയും ചെയ്ത ഈ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഈ പുസ്തകത്തിന് ഇത്രത്തോളം ആശംസ പറയുവാൻ എനിക്ക് അനുവാദം തന്ന ഇവിടുത്തെ പ്രിയപ്പെട്ട സഭയിലെ നേതൃത്വത്തിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആശംസ അറിയിക്കുവാനായിട്ട് നമ്മുടെ സിയോൺ അസംബ്ലി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബ്രദർ ഫ്രിജിരാജ് അവരെ ക്ഷണിക്കുന്നു. വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവനാമ മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ ഇവിടെ ആയിരിക്കുന്ന വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ സതീഷ് നെൽസൺ, സഭാ പാസ്റ്റർ ജോബി എഡ്വിൻ, നമ്മുടെ പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നമ്മൾ ശ്രീകുമാർ അണ്ണനെന്ന് വിളിക്കും സ്നേഹത്തോടെ, മറ്റ് ദൈവദാസന്മാർ, അതുപോലെ തന്നെ പ്രിയ ബേബി ആൻറ്റിയുടെ മക്കൾ, കുടുംബം, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭാ വിശ്വാസികൾ, നമുക്കിന്ന് ഇവിടെ കൂടി വരുവാൻ ദൈവം കൃപ ചെയ്ത, പ്രത്യേകിച്ച് ബേബി ആൻറ്റിയുടെ തനിക്ക് ദൈവം ചെയ്ത നേരത്തെ കേട്ടതുപോലെ മരണത്തിൽ നിന്ന് വീണ്ടും ശക്തീകരിച്ച് ജീവൻ നൽകി ഇത്രത്തോളം നമ്മുടെ മധ്യേ ഒരു ജീവൻ്റെ സാക്ഷിയായി നിൽക്കുവാൻ ദൈവം സഹായിച്ചു. ആൻറ്റിയുടെ ജീവിതത്തിൽ കൂടെ ദൈവം ചെയ്ത പല കാര്യങ്ങൾ അത് മറന്നു പോകാതെ പിന്നത്തേതിൽ ഇനിയുള്ളവർക്ക് അത് ഒരു അനുഗ്രഹമായി തീരുവാൻ, എൻകറേജ്മെൻറ്റായി തീരുവാൻ, അത് ചെയ്യുവാൻ തക്കവണ്ണം ആൻറ്റിയെ സഹായിച്ച എല്ലാ ദൈവ നന്മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കും ഇതൊരു ഒരു എൻകറേജ്മെൻറ്റായി തീരട്ടെ. നമ്മുടെ ജീവിതത്തിൽ പലതും ദൈവം ചെയ്തത് നാം അത് ആ സമയത്ത് മറന്നു പോകാതെ അതിനെ നാം വീണ്ടും ഓർത്ത് അത് നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹം, അതുപോലെ തന്നെ നമുക്കത് മറ്റുള്ളവർക്ക് അത് അറിയിക്കുവാൻ കഴിഞ്ഞാൽ അത് അവരുടേതായിട്ടുള്ള ജീവിതത്തിലും, ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോകും. നമുക്ക് എത്ര വർഷം കൊണ്ട് നമുക്കറിയാവുന്ന വ്യക്തിയായിരിക്കാം, പക്ഷേ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവത്തെ അവരോട് പറയുമ്പോൾ നാം അറിയാതെ തന്നെ ചിലപ്പോൾ അത് അവർക്ക് ആ സമയത്ത് ആവശ്യമായിരിക്കുന്ന ഒരു വിടുതലിന് കാരണമായി തീരുന്ന ഒരു അനുഭവമായിരിക്കും. അപ്പോൾ ഇതിൽ ഈ പുസ്തകത്തിൽ ആ രൂപത്തിൽ അത് ചെയ്യുവാൻ തക്കവണ്ണം സാധിച്ചത് അത് അനേകം പേർക്ക് അനുഗ്രഹമായി തീരട്ടെ. സമയം അധികമായതുകൊണ്ട് ഇനി കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്രത്തോളം ദൈവം ഈ ഒരു നല്ലൊരു സമയത്ത് നമുക്ക് നൽകിയതിനായി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ ക്ഷണിച്ചതായിട്ടുള്ള ഈ അവസരം തന്ന പ്രിയ ആൻറ്റിക്കും കുടുംബത്തിനും ജയപ്രാഷണൻ അതുപോലെ എല്ലാവർക്കും ദൈവനാമത്തിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒന്ന് ആശംസ അറിയിക്കുവാനായിട്ട് ബേബി സരോജ മാതാവിൻ്റെ ചെറുമകനും ദൈവനാമത്തിന് വേണ്ടി യൗവനപ്രായത്തിൽ വളരെ ദൈവനാമത്തിന് വേണ്ടി പ്രയോജനം ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവം എളിയ മകനെ ശക്തമായിട്ട് കരങ്ങളിൽ ഉപയോഗിക്കുന്നു. അവരുടെ ഭാവിയിൽ അവരുടെ കാലശേഷം ഈ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ദൈവം ഈ ദിവസങ്ങളിൽ പ്രിയ മകനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ ജോഷൻ മകനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 2023 മമ്മിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. കർത്താവ് എന്നെ ട്രെയിൻ ചെയ്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആ ഒരു നിമിഷം.
മമ്മിയെ മരണത്തിലൂടെ കൊണ്ടുപോയതിനൊരു കാരണം ഉണ്ടായിരുന്നു. എന്നെ മടക്കി കൊണ്ടുവരാനാണെന്ന് ഞാൻ 100% ഷുവറായിട്ട് പറയും. അല്ലെങ്കിൽ ഞാൻ പഴയതുപോലെ നിന്നേനെ. ലോകപ്രകാരമായിട്ട് സാധാരണ വേറെ വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ദൈവത്തിൽ നിന്നാകുന്ന ഒരു മനുഷ്യനായി ജീവിക്കുമായിരുന്നു. പക്ഷേ ഇങ്ങനെ സാക്ഷിയായിരുന്നപ്പോൾ ദൈവം ഒരിക്കൽ വലിയ കൃപയ്ക്ക് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. മമ്മിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജനിച്ചപ്പം മുതൽ ഞാൻ കാണുന്നത് സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും കോളേജിൽ പോയിട്ട് വരുമ്പോഴും അപ്പുറത്തെ പറമ്പിൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എപ്പോഴായിരുന്നാലും രാത്രി കിടക്കുമ്പോഴും 1 മണി 2 മണിയൊക്കെ ഞാൻ മമ്മിയോടായിരുന്നു കുറേ വർഷക്കാലം മമ്മിയോടായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ മമ്മിയുടെ കരച്ചിൽ കണ്ടിട്ടൊക്കെയാണ് ഞാൻ എഴുന്നേക്കുന്നത് രാത്രി. മമ്മി പലരെയും ഭാരങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര ആത്മാക്കൾക്ക് വേണ്ടി ഭയങ്കര വില കൊടുക്കുന്നൊരു അമ്മച്ചിയായിരുന്നു എൻ്റെ മമ്മി. ആ ഒരു ദാഹം ഈ 2023 ദൈവം എനിക്ക് തന്നു. അത് ആ ഒരു സിറ്റുവേഷനിലൂടെ പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അതിന് മുന്നേ എനിക്ക് ക്രിസ്തു ഇല്ലായിരുന്നു, അഭിനയമായിരുന്നു. അകത്ത് ഞാൻ പുറത്ത് എല്ലാവരുടെ കണ്ണിൽ നല്ല 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 ആളായിരുന്നു. പക്ഷേ അകത്ത് ആർക്കും അറിയാത്ത ഒരു ജോഷനായിരുന്നു ഞാൻ. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് എന്നെ ദൈവം ഹൂക്കപ്പ് ചെയ്തൊരു നിമിഷമായിരുന്നു. ഒരു ഒറ്റ വലിയായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് ദൈവത്തിൻ്റെ മഹത്വം മനസ്സിലായത്. അതുപോലെ എനിക്കൊരു ഇൻസിഡൻറ്റ് പറയാറുണ്ട്. ഒരു ദിവസം ഇതുപോലെ മമ്മി മരിച്ച് തിരിച്ചു വന്നതിന് ശേഷം മമ്മി ഒരു ഏകദേശം സുഖമൊക്കെ ആയി ഇരുന്ന് മമ്മി എടുത്ത് എനിക്കപ്പോഴും ഭയങ്കര ബേർഡൻ. എനിക്ക് മമ്മി ഹോസ്പിറ്റലൈസ്ഡ് ആയി ആ ഒരു മൊമെൻറ്റ് മുതൽ എനിക്ക് ദൈവം ഒരു ആത്മഭാരം തരാൻ തുടങ്ങി, ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് വന്നതെന്ന്. പക്ഷേ പിന്നത്തേതിൽ മമ്മിയോട് ഞാൻ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലിരുന്ന് ഞാൻ വർക്ക് കഴിഞ്ഞ് വന്നിട്ട് മമ്മിയെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മമ്മി ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. കുറേ കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഉപദേശങ്ങളായി മമ്മി എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. മമ്മിയുടെ അടുത്ത് ദൈവം പറഞ്ഞ കാര്യങ്ങളും ദൈവം മമ്മിയിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ അപ്പോൾ ഇതുവരെ മമ്മി പണ്ട് കാലങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ മെച്ചുവേർഡല്ലായിരുന്നു, സ്പിരിച്വലി മെച്ചുവേർഡല്ലായിരുന്നു. പക്ഷേ അന്ന് ഞാൻ ഹോസ്റ്റലിൽ ഇങ്ങനെ മമ്മി എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണുനീര് വരുമായിരുന്നു. മീൻസ് അത് എനിക്കപ്പോൾ മനസ്സിലായത് മമ്മിയിൽ നിന്ന് എന്തോ സംതിങ് എൻ്റെയിലോട്ട് ഇമ്പാർട്ട് ആവുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ ഒരു മമ്മിയുടെ ശുശ്രൂഷയുടെ ബാക്കി ഞാൻ ചെയ്യണം എന്നതുപോലെ ഒരു ബേർഡൻ എൻ്റെ മനസ്സിൽ വന്ന് വീണു. അപ്പോൾ അങ്ങനെയായിരുന്നു. വേറെ എന്ത് പറയണമെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് മാത്രം മഹത്വവും പുകഴ്ചയെല്ലാം ദൈവത്തിന് അർപ്പിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും കർത്താവിനെ അറിയാതെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നെങ്കിൽ എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ റൂമിൽ യേശുവേ എന്നൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കർത്താവ് വരും. യേശുവേ, നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ കർത്താവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് വരും, ഉറപ്പായിട്ടും വരും. നിങ്ങൾ വിശ്വസിക്കുക. താങ്ക് യു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പകൽക്കാലം ദൈവം നമുക്ക് ദാനമായി തന്നുവല്ലോ. ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, നമ്മുടെ സിയോന സഭയുടെ വൈസ് പ്രസിഡൻറ്റ് പാസ്റ്റർ സതീഷ് അവർകൾ, അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി ഫ്രിജി അവർകൾ, ഇവിടെ നമ്മുടെ സഭാസുരൂഷൻ, കർത്താവിൻ്റെ ദാസന്മാർ, പ്രിയ ബേബി സരോജം മാതാവിൻ്റെ ബന്ധുമിത്രാദികളായിരുന്ന പ്രിയപ്പെട്ടവർ, സഭയിലെ വിശ്വാസികൾ, മറ്റ് എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് പകൽക്കാലം നമുക്കിങ്ങനെ ഒരു പ്രത്യേക മീറ്റിംഗ് നമുക്കിവിടെ കൂടുവാൻ ദൈവം സഹായിച്ചു. വളരെ അനുഗ്രഹം നിറഞ്ഞ ഒരു നിലവാരത്തിൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ഇവിടെ എത്തിച്ചു. നമുക്ക് പ്രത്യേകിച്ച് നേരത്തെ കേട്ട ആശംസ വാചകങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രത്യേകിച്ച് ഇന്ന് ദൈവനാമത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമെന്ന് പറയുന്നത്, നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ സ്കൂളിൻ്റെ വരാന്തയിൽ പോകണമെന്നുള്ള ഒരു താല്പര്യം വേണ്ട. എന്നാൽ പോലും സ്കൂളിൻ്റെ വരാന്ത കണ്ടില്ലെങ്കിലും നമ്മൾ അക്ഷരം എഴുതാനും വായിക്കാനും അക്ഷരം അറിഞ്ഞില്ലെങ്കിലും ദൈവത്തെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ടാൽ തീർച്ചയായിട്ടും
ദൈവം അവരിൽ കൂടെ പ്രവർത്തിക്കുവാൻ ഒരു ശക്തനായിട്ടുള്ള ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഇവിടുത്തെ സാക്ഷി വാചകങ്ങൾ കൂടെ നമുക്ക് തെളിയിക്കുവാനിടയായി. പ്രത്യേകിച്ച് നേരത്തെ കേൾക്കപ്പെട്ടതുപോലെ പ്രിയ ബേബി സരോജ മാധവുമായിട്ട് എനിക്ക് വളരെ നല്ലൊരു ബന്ധമാണ്. പ്രത്യേകിച്ച് എന്നെ ഒരു അനുജനെ പോലെ, ഒരു മകനെ പോലെ വളരെ സ്നേഹത്തോടെ അവരുടെ ഭവനത്തിൽ എപ്പോഴും എനിക്ക് ഒരു സ്വന്തം ഭവനത്തിൽ കടന്നുപോയി ആയിരിക്കുന്നത് പോലെയുള്ള ഒരു നല്ലൊരു അന്തരീക്ഷം, ഒരു സ്വാതന്ത്ര്യമുള്ള ഒരു അനുഭവത്തിലാണ് പ്രത്യേകിച്ച് പ്രിയ മാതാവ്. നമുക്കറിയാം, നേരത്തെ ഈ പറയപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസന്നിധിയിൽ ആയിരുന്ന കാലം മുതൽ ദൈവത്തിന് വേണ്ടി വളരെയേറെ പ്രയോജനം ചെയ്തു കൊണ്ടിരുന്ന ഒരു സാഹചര്യമുണ്ടായി. എപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം, നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഒരു ദാഹം അവരുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായി. ഊണിലും ഉറക്കത്തിലും എല്ലാ മേഖലയിലും അവർ ദൈവത്തിന് വേണ്ടി വളരെയേറെ പ്രയോജനം ചെയ്യണം, നശിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ മടക്കി ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവരണമെന്നുള്ളൊരു ആകാംക്ഷ അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞ കഷ്ടതയുടെ അനുഭവത്തിൽ നിന്നാണ് ആദ്യം ഒരു ബുക്ക് അവരുടെ ജീവിതത്തിൽ അവർക്ക് എഴുതുവാനായിട്ട് സാധിച്ചത്. തുടർമാനമായിട്ട് നാം കേൾക്കപ്പെട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ ഒരു അതിഭയങ്കരമായുള്ള രോഗം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാനും പല പ്രാവശ്യം ആശുപത്രിയിൽ കടന്നുപോയി. അവരെ കാണാൻ പറ്റിയില്ലെങ്കിലും അവിടെ പോയി അവിടെ ആ ദുഃഖത്തിൽ ഞാനും അവിടെ ആയിരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ അവർ ആ ആശുപത്രിയിൽ അനന്തപുരി ഹോസ്പിറ്റലിൻ്റെ അനന്തപുരി ഹോസ്പിറ്റലിൽ ആ ആശുപത്രി കെട്ടിടത്തിൻ്റെ അകത്ത് നിന്ന് അവർ പുറത്ത് കടന്നു വന്നത് ഒരു ലോക സാക്ഷിയായി തീരുവാനുള്ള ഒരു പുതിയ ഒരു വാഗ്ദത്തമായിട്ട് ദൈവം അവരെ വിളിച്ച് വേർതിരിച്ചു. നമുക്കറിയാം, അവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ നിന്ന് അവർ പുറത്ത് കടന്നു വന്നത് ഒരു ദൈവിക ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഒരു വലിയൊരു തീരുമാനപ്രകാരം ദൈവനാമത്തിന് വേണ്ടി ശേഷിക്കുന്ന കാലം മരിച്ച് ജീവിച്ച ആ മാതാവ് ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനം ചെയ്യുവാൻ ഒരു തീരുമാനത്തോടെ പുറത്തുവരുവാനായിട്ട് ദൈവം അവരെ സഹായിച്ചു. കൂടാതെ നാം ഇവിടെ കേൾക്കപ്പെട്ടതുപോലെ ഇവിടെ ഇപ്പോൾ ഞാൻ അറിഞ്ഞതുപോലെ ഇപ്പോൾ എഴുതിയിരുന്ന ഈ പുതിയ പുസ്തകം മലയാളത്തിലും തുടർമാനമായിട്ട് ഇംഗ്ലീഷിലും അവർ എഴുതുവാനായിട്ട് താല്പര്യപ്പെടുന്നു. അതുമാത്രമല്ല 256 പരം രാജ്യങ്ങളിൽ അവിടെ ആ സാക്ഷ്യം മുഴങ്ങിക്കേൾക്കുവാൻ ദൈവം ഇടയാകട്ടെ. അതുമാത്രമല്ല ഇന്ത്യയിൽ നമ്മുടെ മലയാളത്തിൽ മാത്രമല്ല ഇംഗ്ലീഷ്, അതുപോലെ ഹിന്ദി, തെലുങ്ക്, മറാഠി ഇങ്ങനെയുള്ള പല ഭാഷകളിൽ ഈ ബുക്ക് വിവർത്തനം ചെയ്ത് പല ഭാഷകളായിട്ട് അവർ എഴുതപ്പെടുവാനും ദൈവനാമത്തിന് വേണ്ടി വളരെ പ്രയോജനം ചെയ്യുവാനും ദൈവം സഹായിച്ചിട്ട് വേദപുസ്തകം നാം പഠിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ഒരു യജമാനൻ തൻ്റെ വേലക്കാരെ വിളിച്ച് ചില താലന്തുകൾ അവർക്ക് വ്യാപാരം ചെയ്യാനായിട്ട് ചില താലന്തുകൾ കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് വേദപുസ്തകം കാണുവാനായിട്ട് സാധിക്കുന്നു. എന്നാൽ ഒരു താലന്ത് കിട്ടിയ മനുഷ്യൻ അതുകൊണ്ട് അതേപോലെ അത് വ്യാപാരം ചെയ്യാൻ സാധിക്കാതെ കൊണ്ടത് കുഴിച്ചിട്ടു. അതുപോലെ 2 താലന്ത് കിട്ടിയ മനുഷ്യൻ അതിനെ വ്യാപാരം ചെയ്യാനായിട്ട് അവന് സാധിച്ചു. അവൻ ആ 2 താലന്ത് വീണ്ടും അതിനെ നേടി 4 താലന്താക്കി തീർക്കുവാനായിട്ട് അവന് സാധിച്ചു. അതുപോലെ 5 താലന്ത് കിട്ടിയ മനുഷ്യൻ അത് വ്യാപാരം ചെയ്ത് വീണ്ടും അതിൻ്റെ ഇരട്ടി മടങ്ങായിട്ട് 10 താലന്തായിട്ട് അവന് സ്വരൂപിക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ ആ അന്ത്യ കാഹളത്തിങ്കൽ അവൻ്റെ ആ ന്യായാസനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ ഒരു നല്ല ദാസനെ എന്നുള്ള ഒരു വിളിക്ക് ഓഹരിക്കാരായി തീരുവാൻ ആ മാതാവിന് ദൈവം അതിനായിട്ട് ഒരുക്കട്ടെ. കൂടാതെ ഇപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ദൈവത്തിന് വേണ്ടി ഒരു പ്രയോജനം ചെയ്യുവാനായിട്ട് സാധിക്കാതെ ആയിരിക്കുന്ന ഭവനങ്ങളായിരിക്കുന്ന പ്രിയ മാതാപിതാക്കൾക്ക് ഇത് അവരുടെ ഈ പ്രവർത്തനങ്ങൾ ദൈവനാമത്തിന് വേണ്ടി അവരിൽ കഴിയുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന അവിടെ പ്രവർത്തനങ്ങൾ ആ പ്രിയപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമായിട്ട് തീരട്ടെ, അവർക്കൊരു ഉത്തേജനമായി തീരട്ടെ. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ചവിട്ടുപടിയായിട്ട് അത് തീരുവാൻ ഞാൻ ഇത്തരണത്തിൽ അവർക്ക് വേണ്ടുന്ന ആശംസകൾ നേരുന്നു. അതുകൂടാതെ പ്രിയ മാതാവിൻ്റെ ഈ പുസ്തകം ഇവിടെ ഇറക്കിയ പുസ്തകം അവർ മാത്രമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. അവർ ചുമ്മാ അവരുടെ ദൈവം കൊടുത്ത ആലോചന ഇങ്ങനെ വാക്കാൽ പറഞ്ഞു കൊടുത്തെങ്കിലും അതിനെ എഴുതി പിടിപ്പിച്ച് അതെല്ലാം ഈ മനോഹരമുള്ള പുസ്തക രൂപത്തിലാക്കിയതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അനേകം പ്രിയപ്പെട്ടവരുണ്ട്. ആ അനുഗ്രഹങ്ങളെല്ലാം പ്രിയ മാതാവിന് മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപോലെ ദൈവം വളരെ വാരിക്കോരിക്ക് അമർത്തിക്കുലുക്കി കവിയുന്ന ഒരു അളവ് ദൈവം തമ്പുരാൻ കൊടുക്കുന്നത് പോലെ ഇതിനെല്ലാം പുറകിൽ ദൈവനാമം ഓർത്തതിനായിട്ട് ഈ പുസ്തകത്തിൻ്റെ ഇതിൻ്റെ ഓരോ വരികളും ഏതെല്ലാം ദേശത്ത് ഏതെല്ലാം രാജ്യങ്ങളെത്തുന്നു അവിടെയെല്ലാം അത് കേൾക്കുന്ന ഓരോരുത്തർക്കും വളരെ അനുഗ്രഹപ്രദമായിട്ട് തീരട്ടെ എന്ന് ഞാൻ ഇത്തരണത്തിൽ ആശംസിക്കുകയാണ്. കൂടാതെ ഇങ്ങനെ ഒരു അവസരം തന്ന അതുപോലെ ഇങ്ങനെ ഒരു അന്തരീക്ഷം തന്ന എല്ലാവർക്കും സഭയിലെ പ്രിയപ്പെട്ടവർ ഇവിടെ അറിയുന്ന എല്ലാവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ നന്ദിയും അതുപോലെ ഈ പ്രിയ മാതാവിൻ്റെ തുടർന്നുള്ള അവർ ജീവിക്കുന്ന നാളൊക്കെയും ദൈവനാമത്തിന് വേണ്ടി വളരെയേറെ പ്രയോജനം ചെയ്യുവാൻ പ്രിയ മാതാവിന് ദൈവം ഒരുക്കട്ടെ എന്നുള്ള ഒരു ആശംസയോടെ ഞാൻ നിർത്തുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇതിൻ്റെ സമാപന സമയമാണ്.
തുടർന്നായിട്ട് പ്രിയ മാധവൻ്റെ മകൻ ജയപ്രകാശ് അവർ ഇങ്ങനെ ഒരു അനുഗ്രഹം നിറഞ്ഞ ഒരു മീറ്റിംഗ് കൂടിയതിൻ്റെ പുറകിൽ ഒരു നന്ദി പ്രകാശിപ്പിക്കാനായിട്ട് പ്രിയ സഹോദരനെ ആദരവപൂർവ്വം ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു. സമയം അതിക്രമിച്ചു. വിശപ്പിൻ്റെ സമയമായി. ആഹാരം കരുതിയിട്ടുള്ളതുകൊണ്ട് വിഷമിക്കേണ്ട എന്ന് മാത്രം പറയാനേ പറ്റൂ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇവിടെ പറഞ്ഞു കേട്ട കാര്യങ്ങളെല്ലാം ബാക്കിലിരുന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയായിരുന്നു. ഇവിടെ വരുമ്പോൾ എന്തു പറയാൻ പറ്റും എന്നുള്ള രീതിയിലായിപ്പോയി. ആ നിലയ്ക്കാണ് ഞാൻ അവിടെ ഇരുന്നത്. എന്നാലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും എല്ലാ ആശംസകൾക്കും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ദൈവം വലിയവ ചെയ്തു. ആദ്യമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ തന്നെ അമ്മയെക്കുറിച്ച് ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞു. ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഉയർത്തി പറയേണ്ട കാര്യമില്ല. നിങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അതെല്ലാം ഞാൻ കുഞ്ഞുനാൾ പോലെ കണ്ട് അനുഭവിച്ചതാണ്. അതുതന്നെയാണ് നിങ്ങളെല്ലാവരും പറഞ്ഞത്. അമ്മയെ ഇത്രയും ആയുസ് കൊടുത്തിരിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്, നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒന്ന് രണ്ട് കാര്യം ഓർക്കുമ്പോൾ അമ്മയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു കേട്ടല്ലോ. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒറ്റ കാര്യം ദൈവഭയം സർവ്വജയം. വേറെ ഒന്നും പറയാൻ അറിഞ്ഞൂടാ. ദൈവത്തെ പേടിക്കണം. കാല് തട്ടി വീണാൽ പറയും യേശുപ്പൻ അടിക്കും, അല്ലെങ്കിൽ നീ ഇപ്പം കാല് തട്ടി വീണ യേശുപ്പൻ നിനക്ക് അടി തന്നെയാണ്, നീ എന്തോ തെറ്റ് ചെയ്തു എന്ന് പറയും. ഈ യേശുപ്പനെ പേടിപ്പിച്ച് വളർത്തി, ദൈവഭയത്തിൽ വളർത്തി. എനിക്ക് ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഇത് എൻ്റെ മക്കൾക്ക് ഞാൻ പകർന്നു കൊടുത്തു. ഇത്രയും മാത്രമേ എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളൂ. എനിക്ക് കിട്ടിയ അറിവ് ഇത്ര തന്നെ അമ്മയിൽ നിന്ന്. അതാണ് ആധികാരികം. ഇത് എൻ്റെ മക്കൾക്ക് പകർന്നു കൊടുത്തു. അത് 100% ഫലവത്തായി എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. 2 കുഞ്ഞുങ്ങളും ദൈവഭാഗത്ത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. അതുപോലെ എൻ്റെ സഹോദരിയുടെ 2 മക്കളും അവരും അങ്ങനെ തന്നെ ആയിരിക്കുന്നു. കൊച്ചുമക്കൾ ആരും വഴിതെറ്റി പോയിട്ടില്ല. മോൻ പറഞ്ഞതുപോലെ അവൻ കുറച്ച് ഇങ്ങനെ വലിയ ആധികാരികമായിട്ട് വലിയ ഇതൊന്നും അല്ലെന്നേ ഉള്ളൂ. അല്ല പാവം ചെയ്തു അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. ദൈവത്തോട് കൂടെ അങ്ങനെ ഭയങ്കരമായ ഒരു ആക്റ്റീവായിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു, നോർമലി ഉള്ള ഒരു ഇതായിരുന്നു. പക്ഷേ അമ്മയുടേതായ ഈ അവസ്ഥയിൽ ശേഷം അവന് ഭയങ്കരമായ ചേഞ്ച് ഉണ്ടായി. അവൻ പോകുന്ന ചർച്ചിൽ ഇവിടെ ആക്റ്റീവാണ്. അവൻ്റെ കൂടെ 3 സഹോദരങ്ങൾ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കുന്നു. അവരെല്ലാം ആ ചർച്ചിലെ അംഗങ്ങളാണ്. ഭയങ്കരമായ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നു. അതുപോലെ മോളും ആയിരിക്കുന്ന സ്ഥലത്ത് അവിടെ വർഷിപ്പൊക്കെ ചെയ്ത് അവിടെ വളരെ സന്തോഷത്തോടെ ഒരു പാസ്റ്ററുടെ കീഴിൽ നല്ല രീതിയിലായിരിക്കുന്നു. എല്ലാ മേഖലയിലും ഇതിനെല്ലാം കാരണം മാതാവാണെന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. എനിക്ക് ഇന്ന് വരെയും ഈ 53 വയസ്സ് ഇപ്പോൾ കഴിഞ്ഞ ഇന്ന് വരെയും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാൻ പേടിയാണ്. അത് പഠിച്ചത് അമ്മയിൽ നിന്ന് മാത്രമാണ്. എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യാനുള്ള പ്രേരണ ഉണ്ടായാലും തീയിൽ കൈ തൊടാൻ എത്തുമ്പോൾ വലിക്കുന്നത് പോലെ തിരിച്ചു വന്നിട്ടുണ്ട് ഇന്ന് വരെയും. അതുകൊണ്ട് ദൈവം സഹായിച്ച് ഒരു പ്രശ്നത്തിൽ പെട്ടുപോകാൻ ഇടവന്നില്ല. അതിന് ഉദാഹരണം അമ്മ തന്നെയാണ്. 100% ഉറപ്പാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആ ഒരു കാര്യം മാത്രം. മുമ്പ് ഞാൻ അമ്മയുടെ സാക്ഷ്യമായിട്ടെല്ലാം പറഞ്ഞു, അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്നിവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഹോസ്പിറ്റലായിരുന്ന കാര്യത്തിൽ എനിക്ക് ഭയങ്കരമായ ഉറപ്പുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിൽ എൻ്റെ അമ്മ മരിക്കത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് പറഞ്ഞത് 100% സത്യമാണ്. ഞാൻ അങ്ങനെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. അത് നിങ്ങളും അങ്ങനെ ഒരു കാര്യത്തിൽ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ ദൈവം ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ എല്ലാവർക്കും സംഭവിക്കും. 100% ഉറപ്പാണ്. അതിന് ഒരു സംശയവും വേണ്ട. ഞാൻ അത്രത്തോളം അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകത്തില്ല, ഇപ്പം മരിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞു. ഇനിയൊരു സംഭവം ഉണ്ടായി പോകണം ഇപ്പോഴോട്ടെ. പക്ഷേ ഈ ഒരു അസുഖത്തോടു കൂടി എൻ്റെ അമ്മ മരിക്കത്തില്ല. ഞാൻ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ എൻ്റെ മുഖത്ത് അന്തം വിട്ട് നോക്കിയായിരുന്നു, ഇതെങ്ങനെ പറയുമെന്ന്. ഞാൻ പറഞ്ഞില്ല സാറേ, ഇത് സാറിന് പറ്റുന്നതൊക്കെ സാറങ്ങ് ചെയ്തോ, പക്ഷേ ഒന്നും സംഭവിക്കത്തില്ല, 100% ഉറപ്പാണെന്ന് പറഞ്ഞു. അദ്ദേഹം അത്രത്തോളം പിന്നീടാണ് അദ്ദേഹത്തിന് വിശ്വാസം വന്നത്. എൻ്റെ വിശ്വാസം കണ്ടപ്പോൾ പുള്ളിക്കൊരു വിശ്വാസം, എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തു നോക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തതാണ് ഇങ്ങനെ ഈ അവസ്ഥയിലിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചെക്കപ്പിന് പോകുമ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ ഈ വന്ന രോഗവുമായിട്ട് യാതൊരു ബന്ധപ്പെട്ട ഒരു അസുഖങ്ങളും ഇപ്പോഴില്ല. വളരെ സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വിട്ട് കഴിഞ്ഞ് മുമ്പേ പോയാൽ അവരെ സാരത്തും പിടിച്ച് നമുക്ക് പോകാം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആരോഗ്യം ദൈവം കൊടുത്തിരിക്കുന്നത്. സന്തോഷത്തോടെ പറയും. ഒരു യാത്ര പോയാലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് പബ്ലിക് സ്ഥലത്ത് പോകാൻ പാടില്ല, മാസ്ക് എപ്പോഴും ഉപയോഗിക്കണം, വീട്ടിൽ മെഷീൻ വെച്ച് കിടക്കണം, ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് വിട്ടത്. പക്ഷേ ആൾ ഇപ്പം രാമേന്ദ്ര ടെക്സ്റ്റൈൽസ് കൊണ്ട് വിട്ടാൽ അവിടെ എല്ലാം പരക്കം പാഞ്ഞ് എല്ലാ സാധനം പർച്ചേസ് ചെയ്ത് തിരിച്ച് സന്തോഷത്തോടെ തിരിച്ച് വരും. ഒറ്റയ്ക്ക് വിട്ടാലും കുഴപ്പമില്ല. അപ്പം ദൈവം അത്രയ്ക്ക് സൗഖ്യം കൊടുത്തു. ഇത് പറയാതിരിക്കാൻ നിവർത്തിയില്ല, സന്തോഷം കൊണ്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വിശ്വാസമുണ്ടെങ്കിൽ, അതായത് ദൈവഭയം സർവ്വജയം, കുഞ്ഞുങ്ങളോട് പ്രത്യേകം ഞാൻ ഓർമ്മിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനത് പകർന്നു കൊടുത്ത് എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മക്കളും എൻ്റെ സഹോദര മക്കളും അത് ഫോർവേഡ് ചെയ്യുന്നതുകൊണ്ട് ഉറപ്പാണ്. നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുന്നത്
ദൈവത്തോടാണ്. ഇങ്ങനെ ഒരു അവസരം ദൈവം ഒരുക്കി തന്ന വലിയ ദയയ്ക്ക് വലിയ ഒരു നന്ദി ദൈവത്തിന് കൊടുത്തേ പറ്റൂ. അതിന് എല്ലാവർക്കും എല്ലാവിധമായ നന്ദിയും ദൈവത്തിന് ആദ്യമായി അർപ്പിക്കുന്നു. തുടർന്ന് അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ സഭയിലെ പാസ്റ്ററാണ്. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞിട്ട് നമ്മളെ സെക്രട്ടറിയെ ഹാൻഡ് ഓവർ ചെയ്തു. എങ്കിലും നമ്മുടെ സഭ ശുശ്രൂഷയാണ് നമ്മുടെ അധ്യക്ഷപദം അലങ്കരിച്ചത്. അദ്ദേഹം ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഏത് കാര്യം പറഞ്ഞാലും അതിനെല്ലാം യെസ് പറഞ്ഞിട്ടേ ഉള്ളൂ, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് സഹകരിക്കുകയും പ്രവർത്തിക്കുകയും കുടുംബമായി എന്തുണ്ടെങ്കിലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. ഓടി വന്ന് പാസ്റ്റർക്ക് പറയും, ആയിക്കോട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കി തരുന്ന ദൈവദാസന് പാസ്റ്റർ ജോബി അവർക്ക് ഞാൻ എൻ്റെ നന്ദിയെ പ്രകാശിക്കുന്നു. അടുത്ത് ഇന്നത്തെ പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനയുടേതായ ജനറൽ വൈസ് പ്രസിഡൻറ്റ് അദ്ദേഹം നേരത്തെ ഇവിടെ പറഞ്ഞുവല്ലോ, മാതാവിൻ്റേതായ അവസ്ഥയിൽ അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് ഈ സുഖമായി, അതൊരു ഭയങ്കരമായ സംഭവമായിരുന്നു. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ സമയത്ത് എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പറയുന്ന സമയം, ആ സ്വർഗത്തിൽ പോയി തിരിച്ചു വന്ന സമയമാണ് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ. അവർക്ക് രോഗം മാറി എന്നുള്ളത് അവർക്കറിയാം, പക്ഷേ നമുക്കറിഞ്ഞൂടാ. ഇത്രയും ട്യൂബും ഫിറ്റ് ചെയ്ത് ഈ സംഗതിയെല്ലാം ഇട്ടിട്ട് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഞാനെങ്ങനെ കൊണ്ടുപോകും? പക്ഷേ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് അതിൽ വിശ്വാസമില്ലായിരുന്നു. വിശ്വാസം ഭയങ്കര, മരിക്കില്ലെന്ന് വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞ ഈ ട്യൂബുകളും ഫിറ്റ് ചെയ്ത്, യൂറിൻ ട്യൂബ്, പിന്നെ റൈൽസ് ട്യൂബ്, പിന്നെ അതുപോലെ ലങ്സിൻ്റെ നേരെ ഡയറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്ന എന്താ പറയും, ഒരു പേര് പറയല്ലോ, ഡോക്ടർ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എൻ്റെ സഹോദരൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിന് അറിയാം. ട്രക്കോസ്റ്റമി കൊടുത്ത് അതിട്ടിരിക്കുന്നു. ഇതെല്ലാം എടുത്തിട്ട് പറയാണ്, അവർക്ക് മനസ്സിലായി എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്നെ വീട്ടിൽ കൊണ്ടുപോകും. അപ്പം ഞാൻ ചെന്ന് കണ്ടു, അമ്മ സമാധാനപ്പെട്, കുഴപ്പമില്ല, എഴുതി കാണിച്ചു തരുന്നുണ്ട്, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, എനിക്ക് പ്രശ്നമില്ലെന്ന്. എഴുതുന്നത് അക്ഷരങ്ങളൊന്നും ശരിയല്ലെങ്കിൽ എനിക്ക് വായിക്കാൻ അറിയാം, ഞാൻ ഇത്രയും കാലം കണ്ടു വളർന്നുകൊണ്ട് എന്താണെന്ന് എഴുതിക്കുന്നത് കുറച്ചൊക്കെ മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയപ്പോഴും എന്നെ വീട്ടിൽ കൊണ്ടുപോകും, എനിക്ക് അസുഖം ഇല്ല, എല്ലാം ക്ലിയറായി, ഒരു പ്രശ്നമില്ല. യഥാർത്ഥത്തിൽ ആ സമയത്ത് ക്ലിയർ ആയത് തന്നെയായിരുന്നു. പക്ഷേ അവിടുത്തെ ചടങ്ങുകൾ തീർക്കാതെ അവർ വിടത്തുമില്ല, നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുമില്ല. അതായിരുന്നു അവിടുത്തെ സാഹചര്യം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവിടെ വെച്ച് കണ്ട് മുട്ടിയതാണ്. അമ്മ പറയുമായിരുന്നു, സതീഷ് മോനെന്നാണ് ഇവിടെ പറഞ്ഞു, സതീഷ് പാസ്റ്റർ എന്നാണ് പറഞ്ഞത്. സതീഷ് മോനെ എനിക്ക് കാണിച്ചു, എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നതായി സതീഷ് മോൻ ചെയ്യുന്നതായിട്ട് കണ്ടു എന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിനും കൊടുത്തു അവിടെ പ്രാർത്ഥിക്കാനും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ്, നടന്ന കാര്യങ്ങളെല്ലാം പാസ്റ്റർ പറഞ്ഞ സത്യമാണ്. അങ്ങനെ ചെയ്യുവാനും ഇന്നിവിടെ പുസ്തക പ്രകാശനം ചെയ്യുവാനും കടന്നു വരുവാനും അദ്ദേഹത്തിന് സഹായിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകം അദ്ദേഹത്തിനും എൻ്റെ കുടുംബത്തിൻ്റെയും നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന ജനറൽ സെക്രട്ടറി ഉണ്ട്, നമ്മുടെ സഭയുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറി ഫ്രിജിരാജ് അവർകൾ, അദ്ദേഹത്തിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. എൻ്റെ സഹോദരനാണ്, അടുത്താണ്, ഞങ്ങളെല്ലാം ഒന്നിച്ച് കൊച്ചുനാൾ പോലെ വളർന്നവരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്നില്ല, സന്തോഷത്തോടെ ആയിരിക്കുന്നു. വിളിച്ച ഉടനെ വന്ന് സഹകരിച്ചു, അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ടീച്ചർ അമ്മിണി ചേച്ചി എന്നാണ് വിളിക്കുന്നത്, അനിത ടീച്ചറാണ് പേര്. അനിത ടീച്ചർ, അദ്ദേഹം അവർ കുടുംബമായി ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു ഈ പുസ്തകം കംപ്ലീറ്റ് പഠിച്ചു. അവർ പഠിച്ച് തീർത്തു. ഇനിയിപ്പം ഒന്നും പഠിക്കാനില്ല, മൊത്തം പഠിച്ച് തെറ്റുകൾ തിരുത്തുകയും ഇംഗ്ലീഷിൽ അതിനെ പരിവർത്തനം ചെയ്യുകയും ചെയ്തു വച്ചിരിക്കുന്നു. ഇനി അതിനെ പ്രിൻ്റ് ചെയ്താൽ മാത്രം മതി. ആ നിലവാരത്തിൽ അത്രത്തോളം പുസ്തകത്തെക്കുറിച്ച് പൂർണ്ണമായി പഠിച്ച കുടുംബത്തിൽ ഒരാളാണ് നമ്മുടെ അനിത ടീച്ചർ കുടുംബം. അവർ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടേതായ നമ്മുടെ സഹകരണത്തിനും ഇന്നിവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ കുടുംബമായി ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതിനായി ഞാൻ കുടുംബമായിട്ടുള്ള നന്ദിയെ ആ കുടുംബത്തോട് അറിയിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തതായി നമ്മുടെ എല്ലാ കാര്യങ്ങളും കുഞ്ഞുനാൾ മുതൽ എന്താവശ്യം വന്നാലും ഓടി ചെല്ലണത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലവാരത്തിലല്ല. ഒരു അണ്ണാന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങ് ചെല്ലാം. ഇവിടെ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്, അണ്ണനാണ്, ശ്രീകുമാർ അണ്ണൻ എന്ന് പറഞ്ഞാൽ വിളിക്കാം, ഏത് രാത്രിയിലും വിളിക്കാം, എന്താവശ്യം. എൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ നടന്ന് എന്നെ ഒരുപാട് കാര്യങ്ങളിൽ എന്നെ സഹായിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അത് രാഷ്ട്രീയം നോക്കിയോ മതപരമായ കാര്യങ്ങൾ നോക്കിയോ ഒന്നുമല്ല. എല്ലാ കാര്യത്തിലും ആക്റ്റീവായിട്ട് എന്ത് കാര്യത്തിനും നമുക്ക് ധൈര്യമാവിടെ ചെന്ന് സംസാരിക്കാനും ഏത് അവസരത്തിലും ഏത് രാത്രിയിലും കൂടെ നിൽക്കാനുമുള്ള മനസ്സ് കാണിക്കുന്ന ഇന്നിവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മുൻ വൈസ് പ്രസിഡൻ്റാണ്. പക്ഷേ ചെറിയ കാരണങ്ങളാൽ ഇപ്പോൾ തൽക്കാലം മാറിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എൻ്റേതായ കുടുംബത്തിൻ്റേതായ പ്രത്യേക നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എൻ്റെ ബന്ധുക്കളായി ഷൈജു നേരത്തെ പറഞ്ഞ പോലെ അനിത ടീച്ചർ പുസ്തകം പഠിച്ചതുപോലെ തന്നെ അതേപോലെ പഠിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷൈജു. അവരുടെ കുടുംബവും നിജി, ഷൈജു അവരെല്ലാം ഈ പുസ്തകം നന്നായി പഠിച്ചു. അവരും വ്യക്തമായി ഇത് പുസ്തകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണ്
സഹോദരൻ ഇവിടെ നേരത്തെ ഇവിടെ കാര്യങ്ങളെല്ലാം പ്രസ്താവിച്ചത്. ആ പുസ്തകത്തിൻ്റെ എല്ലാ ഏടുകളും മറിച്ച് കൃത്യമായി പറഞ്ഞത് കൃത്യമായി പഠിച്ചത് കൊണ്ട് മാത്രമാണ്. എവിടെയാണ് എന്തൊക്കെയാണെന്ന് വ്യക്തമായി പഠിച്ചിട്ടാണ് പറഞ്ഞത്. ആ കുടുംബത്തോടും എനിക്ക് കടപ്പാടുണ്ട്. പ്രത്യേകം രേണു ചേച്ചി അമ്മയുടെ കൂടെ എഴുത്തും വായന അറിയാത്ത സാഹചര്യത്തിൽ ഉറക്കത്തിൽ ചാടി എഴുന്നേറ്റിട്ട് ഇത് എഴുതി വയ്യെന്ന് പറഞ്ഞാൽ എഴുതി വയ്ക്കും. പിറ്റേന്ന് രാവിലെ വിവേചിച്ച് കിട്ടുന്നതിന് അതിന് പറഞ്ഞു കൊടുക്കും, അതിനെ എഴുതി വയ്ക്കും. അങ്ങനെ എഴുതിയതാണ്. ഇവരൊക്കെ എന്തൊക്കെ എഴുതി എനിക്കൊരു പിടിയുമില്ല. എന്തായാലും ദൈവം ഇത്രയും മനോഹരമാക്കി ദൈവത്തിനും അവർക്കും എല്ലാം പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ പലരും ഞാൻ എൻ്റെ കുടുംബത്തിലെ ബന്ധുക്കളായി ചാർച്ചക്കാരായി വിളിച്ചവരെല്ലാവരും കടന്നു വന്നിട്ടുണ്ട്. അധികം പേരെയൊന്നും വിളിച്ചിട്ടില്ലായിരുന്നു, അങ്ങനെ ഒന്ന് കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എന്നാലും വന്നവർക്ക് എല്ലാവർക്കും ഞാൻ ഒറ്റവാക്കിൽ നന്ദി പറയുന്നു. പ്രത്യേകം നമ്മുടെ സത്യദാസണ്ണൻ പറയുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഞാൻ നമ്മുടെ ഡോക്ടർ സന്തോഷ് മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്, ഞങ്ങളുടെ ഒരു സഹോദരനാണ്, ഞങ്ങളുടെ നൈബറാണ്. ഇപ്പോൾ പുള്ളി സിറ്റിയിൽ താമസിക്കുന്നതേ ഉള്ളൂ. ആയിരിക്കുന്നത് സന്തോഷ് ഡോക്ടർ ഞങ്ങളുടെ ഒരു സഹോദരനാണ്. കൊച്ചുനാൾ പോലെ കുഞ്ഞുനാൾ പോലെ ഞങ്ങളൊക്കെ കൊണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയിട്ടുള്ള ഒരു സഹോദരനാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഡോക്ടറാണ്. അദ്ദേഹവും അമ്മയുടെ വിളിക്കാറുണ്ട്, അമ്മയെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പുള്ളി ക്ഷണിച്ചപ്പോൾ പുള്ളിയും കടന്നു വന്നിരിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ നമ്മളെ ഈ പ്രോഗ്രാം ചെയ്യുന്ന അതെ പ്രോഗ്രാം നമുക്ക് ഇതുവേണ്ടി ചെയ്ത് റെക്കോർഡ് ചെയ്ത് അതിന് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാവുന്ന രീതിയിൽ പുള്ളിക്കാരൻ അത് ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്ന സഹോദരന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ എല്ലാവരെയും കാണുന്നുണ്ട്, എങ്കിലും എൻ്റെ ബന്ധുക്കളായി ചാർച്ച എല്ലാവരെയും ഒന്നുകൂടി ഓർത്ത് പറയുന്നു. ജയരാജണ്ണൻ കുടുംബം, അതുപോലെ എല്ലാവർക്കും എൻ്റെ സ്റ്റാഫായിരുന്നു സന്ധ്യ, അവർ, അതുപോലെ എൻ്റെ അങ്കിള് ഒരു ആൻറ്റിയുണ്ട് ഇവിടെ ഉണ്ട്, എല്ലാവർക്കും ജോസണ്ണൻ, ഞാൻ എടുത്ത് പറയുന്നില്ല, നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ സഹകരിച്ചവരാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കൃത്യമായി സഹകരിക്കണം, കഴിക്കണം, സന്തോഷത്തോടെ മടങ്ങിപ്പോകണം. പിന്നെ ഈ പുസ്തകത്തിന് ഞങ്ങൾ ഒരു വില വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വരുന്നവർക്ക് ആർക്കും വില മേടിച്ച് കൊടുക്കാനല്ല, വിലയ്ക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുമല്ല. പക്ഷേ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഈ പുസ്തകത്തിന് വിലയില്ലാതായി പോകാതിരിക്കാൻ വേണ്ടി ഒരു വില നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് 120 രൂപ എന്നൊരു വില വച്ചിട്ടുണ്ട്. ഇന്നിവിടെ വന്നവർക്ക് എല്ലാവർക്കും അവിടെ ഒരു ടേബിളിൽ വരുന്ന ഒരു പേരെഴുതി ഫോൺ നമ്പറും കൊടുത്ത് ഒരെണ്ണം ഫ്രീ ആയിട്ട് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് പൈസ ഇല്ലാமல் കൊടുക്കില്ലെന്നല്ല, പൈസ ഇല്ലാത്തവരൊന്നും കൊടുക്കും. അതിന് വില വെച്ചാൽ വില വരാൻ വേണ്ടി ഒരു വില, അല്ലെങ്കിൽ ഇതൊരു വലിച്ചെറിയും, ഒരു നോട്ടീസ് പോലെ കളയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വില പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിലധികം ചിലവായിട്ടുണ്ട്. അതിനകത്ത് എമൗണ്ട് ഒരു 1.5 ലക്ഷം രൂപയോളം ഇത് ചിലവായിട്ടുണ്ട്. ഇത് 120,000 ബുക്ക് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അങ്ങനെ എല്ലാം വെച്ചിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനും ഇതെല്ലാവരും ശ്രദ്ധിച്ച് വായിക്കാൻ വേണ്ടിയാണ്. ഇന്നത്തെ ദിവസം അവിടെ വന്ന് ഒരു പേരെഴുതി ഒരു കുടുംബത്തിൽ ഒരെണ്ണം നിങ്ങൾ വാങ്ങി നന്നായിട്ട് വായിക്കണമെന്ന് ഞാൻ പ്രത്യേക ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ കാശുണ്ടെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കുക, ഇല്ലെങ്കിൽ എനിക്ക് കാശില്ല, സന്തോഷം എനിക്ക് ഒരു ബുക്ക് വേണമെന്ന് തന്നേക്കും, നിങ്ങൾ വായിക്കുക. അതിനകത്ത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങൾ എടുക്കാനല്ല, അത് അടുത്ത ദൈവികമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഈ പൈസ ഉപയോഗിക്കത്തുള്ളൂ. 100% ഉറപ്പാണ്. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ഒരു മാറ്റവും വരത്തില്ല. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മടങ്ങിപ്പോകാമെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നമ്മെ അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എൻ്റെ സമയമായി എല്ലാ കാര്യങ്ങളും എല്ലാവരും കേട്ടു, സംസാരിച്ചു, പറഞ്ഞു. ബുക്കിനുള്ള ആശംസകൾ അറിയിച്ചു. ഈ ബുക്കിനുള്ള എൻ്റെയും ആശംസകളെ അറിയിക്കുന്നു. വേറൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല. ഈ ബുക്കിന് അവരെന്തൊക്കെയാണോ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ മേഖലകളിലെല്ലാം 100% ഈ ബുക്ക് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വന്നവർക്കെല്ലാം ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കെല്ലാവർക്കും കണ്ണുകളടച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ആശീർവാദത്തോടെ പോകാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു ബുക്കിൻ്റെ പ്രകാശനം ഈ ചർച്ചിൽ നടത്തുവാൻ അങ്ങ് തന്ന അവസരത്തിനായി സ്തോത്രം. അതിനുവേണ്ടി ഒരുക്കിയ കുടുംബത്തെ, അവരോടൊപ്പം സഹകരിച്ചവരെ, അതിനുവേണ്ടി ഇവിടെ വന്നവരെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. പ്രകാശനം ചെയ്തവരെ, അത് ഏറ്റുവാങ്ങിയവരെ എല്ലാം ഞങ്ങൾ ഒരിക്കൽ കൂടെ ഓർക്കുന്ന കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഈ പുസ്തകം അനേകർക്ക് പ്രയോജനപ്പെടട്ടെ. എന്താണോ ദൈവം ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് അതെല്ലാം നിറവേറുവാൻ അങ്ങ് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആഹാര സൽക്കാരങ്ങളിലും ദൈവത്തിൻ്റെ കൃപ കൂടുള്ളതുകൊണ്ട് സ്തോത്രം. വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഒരിക്കൽ കൂടെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിലുള്ള സകലവിധമായ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും കർത്താവെ ഞങ്ങളുടെ മേൽ പകരുന്നതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും കാവലും പ്രത്യേകാൽ ഈ ബുക്ക് പ്രകാശിപ്പിച്ച ആ കുടുംബത്തോടും അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും കൂടെ എപ്പോഴും കർത്താവിൻ്റെ വരവോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.